ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഓവർ സബ്സ്ക്രിപ്ഷൻ ആൻഡ് പ്രോറാറ്റ ബേസിസ് അലോട്ട്മെൻറ്റ് വരെ നമ്മൾ എന്ത് ചെയ്തു? ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഓവർ സബ്സ്ക്രിപ്ഷൻ ആൻഡ് പ്രോറാറ്റ അലോട്ട്മെൻറ്റ് ആൻഡ് അതിൻ്റെ ഫർദർ ആയിട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, എന്താണ് ഓവർ സബ്സ്ക്രിപ്ഷൻ? ഓവർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയണമെങ്കിൽ ഇസ് ദ അപ്ലിക്കേഷൻ മണി റിസീവ്ഡ് ഫോർ മോർ ദാൻ ദ നമ്പർ ഓഫ് ഷെയർസ് ഓഫേർഡ് ടു ദ പബ്ലിക് ബൈ എ കമ്പനി. ഓക്കെ, എന്ന് വെച്ചാൽ നമ്മൾ പബ്ലിക്കിന് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഒരു 1000 ഷെയർസ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. ദാറ്റ് മീൻസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഓഫർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പബ്ലിക് അപ്ലൈ ചെയ്തത് 1500 ഷെയർസിന് എന്ത് ചെയ്തു? പബ്ലിക് എന്ത് ചെയ്തു? അപ്ലൈ ചെയ്തു. നമുക്കെന്ത് ചെയ്തു? അപ്ലിക്കേഷൻ റിസീവ് ചെയ്തു 1500 ഷെയർസിന്. ദാറ്റ് മീൻസ് ഇവിടെ ഓവർ സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. ഇനി ഇതിനെ എങ്ങനെ അലോട്ട്മെൻറ്റ് കൊടുക്കുന്നു എന്നുള്ളതാണ് എന്ത് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ചില കേസിൽ നമ്മൾ എന്ത് ചെയ്യും? ഇതിൽ 500 ഷെയർ എന്ത് ചെയ്യും? റിജക്റ്റ് ചെയ്യും. ദെൻ 1000 ഷെയർസിന് എന്ത് ചെയ്യും? അലോട്ട് ചെയ്യും. ഇതൊരു ബേസിസാണ്. റിജക്റ്റ് ചെയ്യും. ദാറ്റ് മീൻസ് ഇവർക്ക് ബാങ്ക് എടുത്തിട്ട് പേയ്മെൻറ്റ് എടുത്തു. ദെൻ പ്രോറാട്ട ബേസിലാണെന്നുണ്ടെങ്കിൽ 1500 ഷെയർസിൽ ഇവർക്ക് എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ 1500 ഷെയർസാണ് എന്ത് ചെയ്തത്? അപ്ലൈ ചെയ്തത്. നമ്മൾ ഇഷ്യൂ ചെയ്ത് എത്രയാണ്? 1000 ഷെയറാണ് അല്ലേ? എന്ന് വെച്ചാൽ ഇവിടെ റേഷ്യോ എത്രയാണ്? 3:2 ആണ്. അപ്പോൾ 3 ഷെയർ അപ്ലൈ ചെയ്ത ആളുകൾക്ക് 2 ഷെയറാണ് കൊടുക്കും. 3 ഷെയർ അപ്ലൈ ചെയ്ത ആളുകൾക്ക് 2 ഷെയർ കൊടുക്കും. അപ്പോൾ ഇവരിൽ നിന്നുണ്ടാവും ഒരു എമൗണ്ട് എന്തുണ്ടാവും? എക്സ്ട്രാ എമൗണ്ട് ആപ്ലിക്കേഷനിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും? റിസീവ് ചെയ്തിട്ടുണ്ടാവും. ആ എക്സ്ട്രാ എമൗണ്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യും. എന്തിനേറ്റ്? അലോട്ട്മെൻറ്റേറ്റ് അഡ്ജസ്റ്റ് ചെയ്യും. ഇനി അലോട്ട്മെൻറ്റേറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വീണ്ടും ബാലൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തേറ്റ് അഡ്ജസ്റ്റ് ചെയ്യും? കാൾ മണിയിട്ട് എന്ത് ചെയ്യും? അഡ്ജസ്റ്റ് ചെയ്യും. ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും? റിജക്റ്റ് ചെയ്യണത് തരാം, അതുപോലെ തന്നെ അലോട്ട് ചെയ്യണത് തരാം, ഇതേപോലെ പ്രോറാട്ട ബേസ് തരാം. ക്വസ്റ്റ്യൻ എന്താണോ പറയുന്നത് അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം. ഓക്കെ ആണല്ലോ. ഇനി ഇതിൻ്റെ ജേണൽ എൻട്രീസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്തു? അപ്ലിക്കേഷൻ മണി കിട്ടുന്ന സമയത്ത് എന്തായിരിക്കും എൻട്രി ഉണ്ടാവുക? ബാങ്ക് അക്കൗണ്ട് ലെറ്റർ ടു ഷെയർ അപ്ലിക്കേഷൻ. ദെൻ ഷെയർ അപ്ലിക്കേഷൻ മണിയെ നമ്മൾ എന്ത് ചെയ്യും? ഷെയർ അപ്ലിക്കേഷൻ മണി മൊത്തം എത്രൻ്റെ മുകളിൽ കിട്ടിയിട്ടുണ്ടാവും? 1500. ദെൻ നമ്മൾ ഷെയർ അപ്ലിക്കേഷൻ എവിടേക്ക് മാറ്റും? ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് മാറ്റും. എത്ര നമുക്ക്? 1500 ഇവിടെ ഉണ്ട്. എത്ര നമ്മൾ മാറ്റുള്ളൂ? 1000 മാത്രമേ മാറ്റുള്ളൂ. അതില്ലേ നമ്മൾ ഇഷ്യൂ ചെയ്തിട്ടുള്ളൂ. ബാലൻസ് നമ്മൾ എന്ത് ചെയ്യും? ഷെയർ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? 500 മാറ്റും. ഷെയർ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? 500 മാറ്റും. എന്നിട്ട് അലോട്ട്മെൻറ്റ് ചെയ്യുന്ന സമയത്ത്, അലോട്ട്മെൻറ്റ് റിസീവ് ചെയ്യുന്ന സമയത്ത് ഈ എമൗണ്ട് കഴിച്ച് ബാലൻസ് എമൗണ്ട് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? അലോട്ട്മെൻറ്റ് നമ്മൾ റിസീവ് ചെയ്യുള്ളൂ. ഇത്ര ഇവിടെ എന്ത് ചെയ്യുള്ളൂ? പഠിക്കാനുള്ളൂ. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ചിലപ്പോൾ എന്തുണ്ടാവും? പേയ്മെൻറ്റ് കൊടുക്കുന്നുണ്ടാവും. ഓക്കെ, ദാറ്റ് മീൻസ് എന്താണ്? റിജക്ഷനും വല്ലതുണ്ടെങ്കിൽ ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ആ റിജക്റ്റ് ചെയ്യുന്ന എമൗണ്ട് കൂടി എഴുതേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ഇങ്ങനത്തെ പ്രോബ്ലം വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാണ്? എത്ര എമൗണ്ടാണ് ഷെയർ ക്യാപിറ്റലിലേക്ക് മാറ്റാനുള്ള എമൗണ്ട് കണ്ടെത്താൻ വളരെ ഈസിയാണ്. ഇഷ്യൂ ചെയ്തത് ഇൻറ്റു എത്രയാണോ അപ്ലിക്കേഷൻ മണി, അതാണ് നമ്മളോടേക്ക് മാറ്റേണ്ടത്? ഷെയർ ക്യാപിറ്റലിലേക്ക് മാറ്റേണ്ടത്. ദെൻ അലോട്ട്മെൻറ്റ് എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്? ഈ അലോട്ട്മെൻറ്റ് അക്കൗണ്ടിലേക്ക് എത്ര എമൗണ്ടാണ് അലോട്ട്മെൻറ്റ് അക്കൗണ്ടിലേക്ക് മാറ്റി വെക്കണം, അതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അലോട്ട്മെൻറ്റിലേക്ക് ചെയ്യുന്നത്. റിജക്റ്റ് എന്ന് പറഞ്ഞതാണ് എത്ര എമൗണ്ടാണ് നമ്മൾ റിജക്റ്റ്, എത്ര ഷെയർസാണ് റിജക്റ്റ് ചെയ്യുന്നത്, അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റേണ്ടത്. ഓക്കെ, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, എന്താണ് ക്വസ്റ്റ്യൻ? 7th ഇല്ലുസ്ട്രേഷൻ എന്താ പറയുന്നത്? JHP Limited is a company with an authorized share capital of 10 lakh. Authorized share capital of 10 lakh. ഓക്കെ, 10 lakh ആണ് എന്ത്? ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ. എന്താണ്? ഇക്വിറ്റി ഷെയർസ് ആണ്. ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹10 each. ദാറ്റ് മീൻസ് എന്താണ്? ഫേസ് വാല്യൂ ആണ്. ഓഫ് വിച്ച് 6 lakh ഷെയർസ് ഹാസ് ബീൻ ഇഷ്യൂഡ് ആൻഡ് ഫുള്ളി പെയ്ഡ് ഓൺ 13th June 2016. അതിനെ പറ്റിയിട്ടല്ല ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ തുടങ്ങുന്നത്. ദ കമ്പനി പ്രപ്പോസ്ഡ് ടു മേക്ക് എ ഫർദർ ഇഷ്യൂ ഓഫ് 1 lakh ഷെയർ. എത്ര രൂപേൻ്റെയാണ്? 10 rupees അറ്റ് എ പ്രൈസ് ഓഫ് 14.
അപ്പോൾ 10 റുപ്പീസിൻ്റെ ഷെയർ 14 വിൽക്കുക എന്ന് വെച്ചാൽ ₹4 എന്താണ് സെക്യൂരിറ്റി പ്രീമിയമാണ്. അത് എങ്ങനെയാണ് ഇഷ്യൂ ചെയ്യുന്നതെന്ന് പറയുന്നത്. എന്താണ് അപ്ലിക്കേഷൻ മണി എത്രയാണ്? 2 റുപ്പീസ്. ദെൻ അലോട്ട്മെൻറ്റ് മണി എത്രയാണ്? 5 റുപ്പീസ് ഇൻക്ലൂഡിങ് പ്രീമിയം. പ്രീമിയം എന്താണ് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ 5 റുപ്പീസിൽ എന്താണ് 4 റുപ്പീസ് എന്താണ് സെക്യൂരിറ്റി പ്രീമിയം, 1 റുപ്പീസ് എന്താണ് ഷെയർ ക്യാപിറ്റലുമാണ്. ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് മാറ്റേണ്ടതാണ്. ഓക്കെ. ദെൻ ക്വസ്റ്റ്യൻ്റെ ഫർദറായിട്ട് എന്താണ് പറയുന്നത്? എന്താണ് സി ദ ഫൈനൽ കോൾ ഫോർ ദ ബാലൻസ് ടു ബി മെയ്ഡ് ആൻഡ് ദ മണി റിസീവ്ഡ് ഓൺ 13th April 2017. അപ്പോൾ ടോട്ടൽ നമ്മൾ എത്രയാണ്? 14 റുപ്പീസിനാണ്. ഇതിന് നമ്മൾ എന്ത് മൈനസ് ചെയ്യണം? ഫസ്റ്റ് കാളിൽ 2 പ്ലസ് ദെൻ നമ്മൾ എന്ത് വാങ്ങിച്ചു? 5 വാങ്ങിച്ചു. ദാറ്റ് മീൻസ് നമുക്ക് എത്ര ഉണ്ടാവും? ഫൈനൽ കോൾ എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവും? 7 റുപ്പീസ് ഉണ്ടാവും. ദെൻ അപ്ലിക്കേഷൻ വർ റിസീവ്ഡ്. എത്ര അപ്ലിക്കേഷൻ കിട്ടി നമുക്ക്? 1 lakh നമ്മൾ ഇഷ്യൂ ചെയ്തപ്പോൾ 3,55,000 അപ്ലിക്കേഷൻസ് കിട്ടി നമുക്ക്. ആൻഡ് ഈ 3,55,000 എങ്ങനെയാണ് അലോട്ട്മെൻറ്റ് കൊടുക്കുന്നതെന്ന് ഇവിടെ വ്യക്തമായിട്ട് പറയേണ്ടത്. എന്താണ് പറയണത്? അപ്ലിക്കേഷൻ ഫോർ 5,000 ഷെയർസ് റിസീവ്ഡ് അലോട്ട്മെൻറ്റ് ഇൻ ഫുൾ. അപ്പോൾ എന്താണ് 5,000 റിസീവ് ചെയ്ത ആളുകൾക്ക് 5,000 ഷെയർസിന് ഫുള്ള് കൊടുക്കുന്നു. അപ്പോൾ അവർക്ക് എത്ര ഷെയർസ് കൊടുത്തു? 5,000 ഷെയർസിന് കൊടുത്തു. ആൻ അപ്ലിക്കേഷൻ ഫോർ 30,000 ഷെയർസ് റിസീവ്ഡ് ആൻ അലോട്ട്മെൻറ്റ് ഓഫ് 1 ഷെയർ ഫോർ എവറി 2 ഷെയർ അപ്ലൈഡ്. 2 ഷെയർ അപ്ലൈ ചെയ്ത ആളുകൾക്ക് എന്ത് ചെയ്തു? 1 ഷെയർ കൊടുത്തു. അപ്പോൾ അവർക്ക് ഇഷ്യൂ ചെയ്യുന്ന എത്രയാണ്? 30,000 പകുതി. ദാറ്റ് മീൻസ് എത്ര ഉണ്ടാവും? 15,000 അവർക്ക് എന്ത് ചെയ്തു? ഇഷ്യൂ ചെയ്തു. ദെൻ നോ മണി was returned to this applicant and this surplus on application being used to reduce the amount due on allotment. അലോട്ട്മെൻറ്റിലെ എമൗണ്ടിനായിട്ട് എന്ത് ചെയ്യുന്നു? അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. എത്ര ഷെയർസാണ്? 1,500 ഷെയർസ് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻറ്റു എത്ര രൂപ ഉണ്ടാവും? അപ്ലിക്കേഷൻ മണി 2 റുപ്പീസ്. എന്തിനാണ്? അലോട്ട്മെൻറ്റിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അതാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ പറയണത്. ദെൻ തേർഡ് വൺ അപ്ലിക്കൻസ് ഫോർ 3,20,000 ബാലൻസ് വരുന്ന 3,20,000 ഷെയർസ് റിസീവ്ഡ് ആൻ അലോട്ട്മെൻറ്റ് ഓഫ് 1 ഷെയർ ഫോർ എവറി 4 ഷെയർ അപ്ലൈഡ്. 4 ഷെയർ അപ്ലൈ ചെയ്ത ആളുകൾക്ക് 1 ഷെയർ. അപ്പോൾ ഈ 3,20,000 ഡിവൈഡഡ് ബൈ 4 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? എത്ര ഷെയർ ആണ് അപ്ലൈ ചെയ്യണമെന്ന് കിട്ടും. എത്ര ഷെയർ ആണ് അവർക്ക് അലോട്ട് ചെയ്യണത്? 80 കിട്ടുന്നത് 80,000 ഷെയർസ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ദ മണി ഡ്യൂ ഓൺ അലോട്ട്മെൻറ്റ് വാസ് റീറ്റെയിൻഡ് ബൈ ദ കമ്പനി. ഇവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്? 8 ഷെയർ അപ്ലൈ ചെയ്തു. എന്താണ് ദ മണി ഡ്യൂ ഓൺ അലോട്ട്മെൻറ്റ്. അലോട്ട്മെൻറ്റിന് വേണ്ടി ഡ്യൂ ചെയ്ത എമൗണ്ട് ഇവർ എന്ത് ചെയ്യുന്നുണ്ട്? റീറ്റെയിൻ ചെയ്യുന്നുണ്ട്. ദെൻ എക്സസ് ബീങ് റിട്ടേൺ ടു ദ അപ്ലിക്കൻറ്റ്. ബാലൻസ് എക്സസ് എമൗണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? റിട്ടേൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ എമൗണ്ട് കണ്ടെത്താം? എത്ര എമൗണ്ടാണ് അപ്ലിക്കേഷൻ മണിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അപ്ലിക്കേഷൻ മണിയിൽ നിന്ന് അലോട്ട്മെൻറ്റ് മണിയിലേക്ക് എത്ര എമൗണ്ടാണ് മാറ്റി വെക്കുന്നത്? അത് നമ്മൾ എന്ത് ചെയ്യണം? കണ്ടെത്തണം. എങ്ങനെ കണ്ടെത്താൻ പറ്റും? ഇവിടെ നമ്മൾ പറയണ്ടേ ഇത്രയും ഷെയർസിന് നമ്മൾ എത്ര ഷെയർസാണ് നമുക്കിവിടെ നമ്മൾ അലോട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്? 80,000 ഷെയർസാണ്. ഇവർക്ക് വേണ്ടി വരുന്ന അലോട്ട്മെൻറ്റ് മണി അവിടെ റീറ്റെയിൻ ചെയ്യാണ്. ബാലൻസ് വരുന്ന മണിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റിട്ടേൺ ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് ഒരു വർക്കിംഗ് നോട്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു അലോട്ട്മെൻറ്റുകളെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു വർക്കിംഗ് നോട്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? എത്ര എമൗണ്ട് അലോട്ട് ചെയ്യുന്നുണ്ട് ഇല്ല എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കേസ് എന്താണ്? 5,000 ഷെയർസാണ്. അവരെടുത്ത് നമുക്ക് എത്ര രൂപ കിട്ടി? 5 റുപ്പീസ് അല്ലല്ലോ. എത്ര രൂപ കിട്ടി? 2 റുപ്പീസ് കിട്ടി. ദാറ്റ് മീൻസ് ₹10,000 കിട്ടി. ഇതെന്ത് ചെയ്തു? ഫുൾ എന്താണ്? അലോട്ടഡ്. ഓക്കെ. ദെൻ സെക്കൻഡ് വൺ എന്താണ്? 30,000 ഷെയർസാണ്. 30,000 ഷെയർസാണ്. ഇവരിതിൽ 15,000 ഷെയർസിനെ എന്ത് ചെയ്തു? അപ്ലിക്കേഷൻസ് കൊടുത്തു. 50,000 ഷെയർസിന് എന്ത് ചെയ്തു? അപ്ലിക്കേഷൻ കൊടുത്തു. ദാറ്റ് മീൻ 50,000 ഇൻറ്റു 2 എത്ര ഉണ്ട്? 30,000 എന്ത് ചെയ്തു? അപ്ലിക്കേഷൻ എന്ത് ചെയ്തു? അലോട്ട് ചെയ്തു. ദെൻ ബാലൻസ് 15,000 ഉണ്ടല്ലോ. 15,000 ഇൻറ്റു 2 ഉണ്ട്. ദാറ്റ് മീൻസ് അതെന്താണ്? എത്ര രൂപ ഉണ്ട്? 30,000 റുപ്പീസ് ഉണ്ട്. അതെന്താ ചെയ്യണത്?
അഡ്ജസ്റ്റഡ് ഇൻ ഏതിലാണ്? അലോട്ട്മെൻറ്റ് മണിയിൽ എന്ത് ചെയ്യുന്നതു? അഡ്ജസ്റ്റ് ചെയ്തു. ദെൻ നെക്സ്റ്റ് വരുന്ന ഷെയർസ് നെക്സ്റ്റ് എത്രയാണ് വരുന്നത്? ഇതുവരെ നമുക്ക് ഓക്കെ. ദെൻ അത് 3,20,000 ഷെയർസ് ആണെന്ത് നെക്സ്റ്റ്. അതിൽ 80,000 ഷെയർസ് അല്ലേ? 80,000 എങ്ങനെ നമുക്ക് കിട്ടിയത്? 3,20,000 ഡിവൈഡഡ് ബൈ 4 നമുക്ക് എന്ത് കിട്ടി? 80,000 ഷെയർസ്. ഈ 80,000 ഇൻറ്റു 2 എന്താണ്? 1,60,000. ഇതെന്താണ്? ഫുള്ളായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇത് ചെയ്തു, എന്താണ്? അലോട്ട് ചെയ്തു. ദെൻ ഇവർക്ക് വേണ്ടി വന്ന അലോട്ട്മെൻറ്റ് മണിയും കൂടി അവിടെ എന്ത് ചെയ്തു? ബാലൻസ് വെച്ചു. എന്നിട്ട് ബാക്കി വരുന്ന എമൗണ്ടാണ് എന്ത് ചെയ്തത്? റിട്ടേൺ ചെയ്തെന്നാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെ കണ്ടെത്താൻ പറ്റും നമുക്ക്? 3,20,000 ഇൻറ്റു മൊത്തം എമൗണ്ട് എത്ര കിട്ടിയത്? 3,20,000 ഇൻറ്റു 2 ആണ് നമുക്ക് എന്ത് ചെയ്ത് ആകെ റിസീവ് ചെയ്ത എമൗണ്ട്. 3,20,000 ഇൻറ്റു 2 ദാറ്റ് മീൻസ് 6,40,000. ഇതിന് നമ്മൾ ആക്സെപ്റ്റ് ചെയ്തപ്പോൾ അപ്ലിക്കേഷൻ മണി വേണ്ടി വരും. ആർക്ക്? 480,000 ഷെയർസിനുള്ള അപ്ലിക്കേഷൻ മണി എന്ത് വേണ്ടി വരും നമുക്ക്? ഇവരുടെ മണി ഉണ്ടാവും. അപ്പം ദാറ്റ് മീൻസ് എത്ര ഉണ്ടാവും? 1,60,000 നമുക്കെന്ത് വേണം? ഇതിൽ നിന്ന് മാറ്റി വെക്കണം. ദെൻ എന്താണ്? അലോട്ട്മെൻറ്റ് എത്രയാണ്? 80,000 ഷെയർസ് തന്നെയാണ്. 80,000 ഷെയർസ് ഇൻറ്റു അലോട്ട്മെൻറ്റ് മണി എത്രയാണ്? 5 rupees അല്ലേ? 5 rupees. അപ്പോൾ 80,000 ഇൻറ്റു 5 rupees ദാറ്റ് മീൻസ് എത്ര ഉണ്ടാവും? 4 lakh. ഈ 4 lakhും കഴിച്ച് ബാലൻസ് എമൗണ്ട് ആണ് എന്ത് ചെയ്യുന്നത്? റിജക്റ്റ് ചെയ്യുന്നത്. എത്തുന്നത് 6,40,000 മൈനസ് 1,60,000 മൈനസ് 4 lakh എത്ര ഉണ്ടാവും? 6,40,000 മൈനസ് 1,60,000 മൈനസ് 4 lakh എത്രയുണ്ട്? 80,000. ഇതാണ് എന്ത് ചെയ്യുന്നത്? റിജക്റ്റ് ചെയ്യുന്നത്. ഇതെങ്ങനെ നമ്മൾ കണ്ടെത്തിയത് ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. ഇത് നിങ്ങൾക്ക് ഈ 30,000 കേസ് നിങ്ങൾക്ക് ഓക്കെ ആയിട്ടുണ്ടാവും. എന്താണ്? അതിൽ 2 ഷെയർ ഹെൽഡ് ചെയ്ത ആൾക്ക് 1 ഷെയർ കൊടുക്കുന്നു. എന്ന് വെച്ചാൽ 50,000 ഷെയർസിന് എന്ത് ചെയ്യുന്നു? 30,000 കൊടുക്കുന്നു. ബാലൻസ് എമൗണ്ട് എന്ത് ചെയ്യുന്നു? ബാലൻസ് എമൗണ്ട് എത്ര ഉണ്ട്? 50,000 മുകളിൽ 2 കൂടി ഉണ്ട്. അതെന്ത് ചെയ്യുന്നു? അലോട്ട്മെൻറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു? അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഓക്കെ. ദെൻ 3,20,000 ഷെയർസിൽ ഇവർക്ക് ഫുള്ളായിട്ടും അവർക്ക് ഷെയർ അലോട്ട് ചെയ്യുന്നത് എത്രയുള്ളൂ? 80,000 ഷെയർസ് ഉള്ളൂ. എങ്ങനെ 80,000 കിട്ടി? 3,20,000 ഡിവൈഡ് ബൈ 4 എന്ന് വെച്ചാൽ 1,60,000 റുപ്പീസാണ് അവർക്ക് ഫുള്ളായിട്ട് എന്തിനു വേണ്ടത്? അപ്ലിക്കേഷൻ മണിയായിട്ട് വേണ്ടത്. ദെൻ 3,20,000 ഇൻറ്റു 2 എന്നാണ് അപ്ലിക്കേഷൻ മണിയായിട്ട് നമ്മൾ എത്ര വാങ്ങിയിട്ടുണ്ടാവും? 6,40,000 വാങ്ങിയിട്ടുണ്ടാവും. അതിൽ നമുക്ക് അപ്ലിക്കേഷൻ മണിയായിട്ട് നമുക്ക് എത്രയാണ് ആവശ്യമുള്ളത്? 80,000 ഷെയർസിന് 1,60,000 ആണ് വേണ്ടത്. ദെൻ അലോട്ട്മെൻ്റ് ആയിട്ട് 80,000 ഷെയർസിന് എത്ര വേണം? 4 lakh വേണം. അത് കഴിച്ച് ബാലൻസ് വരുന്ന എമൗണ്ട് 80,000 നമ്മൾ എന്ത് ചെയ്യും? റിജക്റ്റ് ചെയ്യും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈസി ആയിട്ട് ജേണൽ എൻട്രീസ് ചെയ്യാൻ പറ്റും. എങ്ങനെ നമ്മൾ ജേണൽ എൻട്രീസ് ചെയ്യും? എങ്ങനെ നമ്മൾ ജേണൽ എൻട്രീസ് ചെയ്യും? ഞാനൊരു ലൈൻ വരച്ചിട്ടുണ്ട്. നമുക്ക് അപ്പുറത്തായിട്ട് എഴുതാം. ഓക്കെ, കൺവീനിയൻസിന് വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് വൺ അപ്ലിക്കേഷൻ മണി കിട്ടുന്നത്. അപ്ലിക്കേഷൻ മണി കിട്ടുമ്പോൾ എന്താണ് ജേണൽ എൻട്രി? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ അപ്ലിക്കേഷൻ. എത്ര ഷെയർസിൻ്റെ മുകളിലാണ് അപ്ലിക്കേഷൻ മണി കിട്ടുന്നത്? 3,55,000 ഷെയർസിൻ്റെ മുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്? അപ്ലിക്കേഷൻ മണി കിട്ടുന്നുണ്ട് 2 rupees വെച്ചിട്ട്. അപ്പോൾ എങ്ങനെയാണ്? 3,55,000 ഇൻറ്റു 2 എത്ര ഉണ്ട്? 3,55,000 ഇൻറ്റു 2 എത്ര ഉണ്ട്? 7,10,000. ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? അലോട്ട് ചെയ്യാനാണ് ശ്രദ്ധിക്കേണ്ടത്. എങ്ങനെയാണ്? ടോട്ടൽ എത്ര ഉണ്ട്? 7,10,000 ഉണ്ട്. ഇതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇനി റിജക്റ്റ് ചെയ്യണം. ഞാൻ എന്ത് ചെയ്യാം? ഞാൻ സെപ്പറേറ്റ് എന്ത് ചെയ്യാം? മാർക്ക് ചെയ്തിടാം. ഈ 7,10,000 എങ്ങനെയാണ് ചെയ്യുന്നത്? ഏതൊക്കെ അലോട്ട് ചെയ്യുന്നുണ്ട്? 30,000 ഷെയർ ക്യാപിറ്റലിലേക്ക് അലോട്ട് ചെയ്യും. ഷെയർ ക്യാപിറ്റലിലേക്ക്. അതുപോലെ തന്നെ 1,60,000 എന്ത് ചെയ്യുന്നുണ്ട്? 1,60,000 എന്ത് ചെയ്യുന്നുണ്ട്? ഷെയർ ക്യാപിറ്റലിലേക്ക് അലോട്ട് ചെയ്യുന്നുണ്ട്. ഷെയർ ക്യാപിറ്റലിലേക്ക് അലോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു 10,000 എന്ത് ചെയ്യുന്നത്? ഷെയർ ക്യാപിറ്റലിലേക്ക്. എന്ന് വെച്ചാൽ 5,000, 3,000, അതുപോലെ തന്നെ എന്താണ് 80,000. ഇതിൻ്റെയൊക്കെ റുപ്പീസ് ഇൻറ്റു 2 എന്ത് ചെയ്യുന്നുണ്ട്? അപ്ലിക്കേഷൻ മണി ഷെയർ ക്യാപിറ്റലിലേക്ക്.
ദെൻ 30,000 എന്താണ്, എവിടേക്കാണ്, ഷെയർ അലോട്ട്മെൻ്റ് ആണ്. അതുപോലെ തന്നെ എന്താണ്, 4 lakh എന്താണ്, ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ടിലേക്കാണ്. 80,000 എന്താണ്, ഷെയർ എന്ത് ചെയ്യാണ്, റിജക്റ്റ് ചെയ്യാണ്. ദാറ്റ് മീൻസ് എവിടേക്കാണ് മാറ്റുന്നത്, ബാങ്ക് അക്കൗണ്ടിലേക്കാണ് മാറ്റുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഓരോന്ന് ചെയ്യണം. എങ്ങനെ നമ്മൾ ചെയ്യും? ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ, ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ എത്രയാണ്, 7,10,000 ടു ഷെയർ ക്യാപിറ്റൽ. എങ്ങനെ ഷെയർ ക്യാപിറ്റൽ കാണാം, 1 lakh ഷെയർസ് ആണ് എന്ത് ചെയ്തത്, ഇഷ്യൂ ചെയ്തത്, ഇൻറ്റു 2. ദാറ്റ് മീൻസ് എത്ര ഉണ്ട്, 2 lakh ഉണ്ട്. ഇനി ടു അലോട്ട്മെൻറ്റ് ഡേറ്റ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് എങ്ങനെ കാണും, ഒന്ന് ഇവിടെയുള്ള 4 lakh, ദെൻ എന്താണ് അലോട്ട്മെൻറ്റ് ഡേറ്റ് അഡ്ജസ്റ്റ് ചെയ്യണ 30,000. ദാറ്റ് മീൻസ് 4 lakh പ്ലസ് 30,000 എത്ര ഉണ്ടാവും, 4,30,000 അലോട്ട്മെൻറ്റ് ഡേറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ബാലൻസ് എന്താണ്, ടു ബാങ്ക്. റിജക്റ്റ് ചെയ്യണ എത്രയാണ്, 80,000 ആണ്. ടാലിയിലെ റിജക്റ്റ് ചെയ്യണ എത്രയാണ്, 80,000 ആണ്. ഇനി നമുക്ക് അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ആക്കുന്ന സമയത്ത് എന്തായിരിക്കും, ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ. എന്താണ് ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ, ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ എത്രയാണ്, 1 lakh ഇൻറ്റു 5 ആണ്. ദാറ്റ് മീൻസ് എത്രയുണ്ട്, 5 lakh. ഈ 5 lakhൽ എന്താണ്, ഈ 5ൽ എന്താണ്, 1 ഷെയർ ക്യാപിറ്റലും 4 എന്താണ്, സെക്യൂരിറ്റി പ്രീമിയമാണ്. അപ്പോൾ എന്താ വരിക, ടു ഷെയർ ക്യാപിറ്റൽ ടു സെക്യൂരിറ്റി പ്രീമിയം എന്നാണ്, 1 lakh ഇൻറ്റു 1 ഇൻറ്റു 1 ഇൻറ്റു 4. ദാറ്റ് മീൻസ് എത്രയാണ്, 1 lakh. അതുപോലെ തന്നെ എത്ര, 4 lakh. സെക്യൂരിറ്റി പ്രീമിയം എത്രയാണ്, 4 lakh. ഇനി എന്ത് ചെയ്യുന്നു, ഇതിലെ ക്യാഷ് നമുക്ക് എമൗണ്ട് റിസീവ് ചെയ്യും. എമൗണ്ട് റിസീവ് ചെയ്യണം, നമുക്ക് എത്ര റിസീവ് ചെയ്യണം, 5 lakh റിസീവ് ചെയ്യണം. ഈ 5 lakh നമുക്ക് ബാങ്കിൽ റിസീവ് ചെയ്യുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത എമൗണ്ട് കഴിച്ചിട്ട് ബാലൻസേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, റിസീവ് ചെയ്യുള്ളൂ. അപ്പോൾ ബാങ്കിൽ എത്ര വരണം, ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ എത്ര വരും, നമുക്ക് ടോട്ടൽ കിട്ടേണ്ടത് എത്രയാണ്, 5 lakh ആണ്. 5 lakh നമുക്ക് കിട്ടേണ്ടത്, ഈ 5 lakh നമ്മൾ ഓൾറെഡി എത്ര അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്, 4,30,000 നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, അഡ്ജസ്റ്റ് ചെയ്തിട്ട്. അപ്പോൾ നമുക്ക് എത്ര വരുള്ളൂ, 70,000 നമുക്ക് എന്ത് ചെയ്യുള്ളൂ, കിട്ടുള്ളൂ. അതുപോലെ തന്നെ എന്തുണ്ടാവും, ടു എന്താണ്, ഷെയർ അലോട്ട്മെൻറ്റ് എത്രയാണ്, 70,000. അപ്പോൾ ഇനി നോക്കുക, ഇത് നമ്മൾ ശരിയാണോ എന്ന് എങ്ങനെ ചെയ്യുക, ക്രെഡിറ്റിൽ ഷെയർ അലോട്ട്മെൻറ്റ് എത്ര, 4,30,000. ദെൻ ഷെയർ അലോട്ട്മെൻറ്റ് എത്രയാണ്, 70,000. ദാറ്റ് രണ്ടും കൂടി എന്തായി, രണ്ടും കൂടി എത്രയായി, 5 lakh ആയി. ഡെബിറ്റിൽ എത്ര ഉണ്ട്, 5 lakh ഉണ്ട്. ടാലിയിലെ യെസ്, ടാലിയിലായി. ദെൻ ഫൈനൽ കോൾ വിളിക്കണ എന്താണ്, ജേണൽ എൻട്രി. ഫൈനൽ കോളിൻ്റെ എൻട്രി എന്താണ്, ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ. എത്രയായിരുന്നു ഫൈനൽ കോളിൻ്റെ എമൗണ്ട്, എത്രയായിരുന്നു, 7 rupees ആണ്. 1 lakh ഇൻറ്റു 7 എത്ര ഉണ്ടാവും, 7 lakh. ആ ഫുൾ എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യും, കിട്ടും. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ഷെയർ ഫൈനൽ കോൾ എത്രയാണ്, 7 lakh. ഇത്ര ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഞാൻ ഒന്നും കൂടി ഇതിൻ്റെ വർക്കിംഗ് ഒന്നും കൂടി ഞാൻ എന്ത് ചെയ്യാം, എക്സ്പ്ലെയിൻ ചെയ്തുതരാം. കുറേ ക്ലാരിറ്റി ഒന്നും കൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ടാണ്. നമ്മൾ 5,000 ഷെയർസ് ഉണ്ടായിരുന്നു. നമുക്ക് എത്ര ഷെയർസ് ഉണ്ടായിരുന്നു, 5,000 ഷെയർസ് ഉണ്ടായിരുന്നു. ഈ 5,000 ഷെയർസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഫുള്ളായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് എത്ര, 5,000 നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, 5,000 ഇൻറ്റു 2. ദാറ്റ് മീൻസ് എത്ര ഉണ്ട്, 5,000 2 rupees അല്ലേ നമ്മൾ കളക്ട് ചെയ്തത്, എത്ര ഉണ്ടാവും, 10,000 നമ്മൾ എന്ത് ചെയ്തു, അപ്ലിക്കേഷൻ മണിയായിട്ട് നമ്മൾ എന്ത് ചെയ്തു, അലോട്ട് ചെയ്തു. ദെൻ നെക്സ്റ്റ് വന്നത് എന്താണ്, 30,000 ആണ്. ഈ 30,000-ൽ 15,000 എന്ത് ചെയ്തു, ഏതിലേക്കാണ് പോയത്, ഇവിടെ പോയി. 15,000 ഇൻറ്റു 2 ദാറ്റ് മീൻസ് എത്ര, 30,000. ഇതെന്താണ്, ഷെയർ അപ്ലിക്കേഷനാണ്.
അപ്ലിക്കേഷനിലേക്ക് പോയി. ബാലൻസ് വരുന്ന 50,000 ഇൻറ്റു 2 എവിടേക്ക് പോയി? ഷെയർ അലോട്ട്മെൻറ്റിലേക്ക് പോയി. ഷെയർ അലോട്ട്മെൻറ്റ് എത്ര ഉണ്ടാവും? 30,000 ഉണ്ടാവും. ഓക്കെ, ഇനി എത്ര ഉണ്ട് നമുക്ക്? നെക്സ്റ്റ് പോകുന്നത് 3 lakh എത്രയായിരുന്നു? 3,20,000 ഷെയർസാണ്. 3,20,000 ഷെയർസാണ്. ഇതിന് നമ്മൾ അലോട്ട് ചെയ്ത് എത്രയാണ്? 80,000 ആണ്. 80,000 ഇൻറ്റു 2 എവിടേക്ക് പോകണം? ആദ്യം നമ്മൾ ഷെയർ അപ്ലിക്കേഷന്, ദാറ്റ് മീൻസ് എത്ര ഉണ്ട്? 1,60,000. 1,60,000. ദെൻ 80,000 ഇൻറ്റു 4 അല്ല 5 ഇല്ലേ? ₹5 അല്ലേ നമ്മൾ എന്താണ്? യെസ്, ₹5 ആണെന്ത് ഇതിലേക്ക് മാറുന്നത്? ഷെയർ അലോട്ട്മെൻറ്റിലേക്ക്. ദാറ്റ് മീൻസ് എത്ര ഉണ്ട്? 4 lakh. ഷെയർ അലോട്ട്മെൻറ്റിലേക്ക് എത്രയാണ്? 4 lakh. ഇനി ബാലൻസ് എമൗണ്ട് ഉണ്ട്. എത്രയാണ് ബാലൻസ് എമൗണ്ട്? അത് നമ്മൾ എന്ത് ചെയ്തു? റിജക്റ്റ് ചെയ്തു. എത്രയാണ് വരിക? ആ റിജക്റ്റ് ചെയ്ത എമൗണ്ട് എങ്ങനെ കാണുക? 3,20,000 ഇൻറ്റു 2. 3,20,000 ഇൻറ്റു 2 ആണ് നമുക്ക് ആകെ എമൗണ്ട് റിസീവ് ചെയ്തിട്ടുള്ളത്. ദാറ്റ് മീൻസ് 3,20,000 ഇൻറ്റു 2 എത്രയുണ്ട്? 6,40,000. ഇതിൽ നിന്ന് എന്തൊക്കെ മൈനസ് ചെയ്യണം? 1,60,000 മൈനസ് ചെയ്യണം. അതുപോലെ തന്നെ എന്താണ്? 4 lakh മൈനസ് ചെയ്യണം. ബാലൻസ് വരുന്നത് എന്ത് ചെയ്യുന്നുള്ളൂ? റിജക്റ്റ് ചെയ്യുന്നുള്ളൂ. ദാറ്റ് മീൻസ് എത്ര ഉണ്ടാവും? 80,000 ഉണ്ടാവും. അപ്പോൾ ഈ ടോട്ടൽ എമൗണ്ടുകൾ, ഈ എമൗണ്ടുകളൊക്കെ എവിടേക്ക് പോയി? ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് പോയി. ഈ എമൗണ്ടുകളോട് പോയി ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ടിലേക്ക് പോയി. 80,000 പോയി ബാങ്ക് അക്കൗണ്ടിലേക്ക് പോയി റിജക്റ്റ് ചെയ്തു. ഓക്കെ, ഇങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ് വരുന്നത്. ഓക്കെ ആണല്ലോ. ദെൻ കാൾസ് ഇൻ അരിയർ ആൻഡ് കാൾസ് ഇൻ അഡ്വാൻസ് നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തതാണ്? ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, കാൾസ് ഇൻ അരിയർ ആവുന്ന സമയത്ത് എന്താണ്? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ, കാൾസ് ഇൻ അരിയർ അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ അലോട്ട്മെൻറ്റ് ആണെങ്കിൽ അലോട്ട്മെൻറ്റ്, കാളിൻ്റെ സമയത്താണെങ്കിൽ കാളെന്ന് കൊടുക്കും. ഓക്കെ, കാൾസ് ഇൻ അഡ്വാൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി എന്ത് കിട്ടും? ബാങ്ക് കിട്ടും. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ, കാൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട് ഡെറ്റർ. ഏതെങ്കിലും കാൾ ഉണ്ടെങ്കിൽ ആ പെർട്ടിക്കുലർ കാളും ഉണ്ടാവും. ഓക്കെ, ദെൻ ഇത് നമ്മൾ എന്ത് ചെയ്തു? ഇത് നമുക്ക് ചിലപ്പോൾ അലോട്ട്മെൻറ്റ് ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ ഈ കാൾസ് ഇൻ അഡ്വാൻസ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇനി കാൾസ് ഇൻ അരിയറും കാൾസ് ഇൻ അഡ്വാൻസ് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫോർ എ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ 1000 ഷെയർസാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇഷ്യൂ ചെയ്യുന്നത്. ഓരോ ഷെയർസിന് എത്രയാണ്? ₹10 ആണ് ഫേസ് വാല്യൂ. നമുക്കെന്ത് ചെയ്തു? അപ്ലിക്കേഷൻ മണി ₹2, ദെൻ അലോട്ട്മെൻറ്റ് മണി ₹4, കാർഡ് ₹4. ഇങ്ങനെയാണ് എന്ത് ചെയ്തത്? നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചത്. ദെൻ നമുക്ക് എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്ലിക്കേഷൻ മണി കിട്ടിയ സമയത്ത് നമുക്ക് 1000 ഷെയർസിൻ്റെ മുകളിൽ ഇൻറ്റു 2 കിട്ടി. അതുപോലെ തന്നെ 500 ഷെയർസ് എന്ത് ചെയ്തു? അവരെന്ത് ചെയ്തു? എന്തും കൂടി തന്നു? അപ്ലിക്കേഷൻ മണി കൂടി തന്നു. ദാറ്റ് മീൻസ് 2,000, അതുപോലെ തന്നെ എന്തുണ്ട്? 2,000. നമുക്ക് എത്ര കിട്ടി? ₹4,000 കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്തിൻ്റെ സമയത്താണ്? അപ്ലിക്കേഷൻ്റെ സമയത്തിന് ഈ ₹4,000 കിട്ടി. അവർ എന്ത് ചെയ്തു? 1000 ഷെയർസ് ഫുൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? തന്നിട്ടുണ്ട് ₹2. ദെൻ 500 ഷെയർസ് നെക്സ്റ്റ് എന്ത് ചെയ്തു? അലോട്ട്മെൻറ്റ് മണി കൂടി തന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ എന്തായിരിക്കും ജേണൽ എൻട്രി ഇടുക? ഫസ്റ്റ് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഇക്വിറ്റി ഷെയർ അപ്ലിക്കേഷൻ. ഫുൾ എമൗണ്ട് ആണെങ്കിൽ ഫുൾ എമൗണ്ട് മാറ്റും. എത്ര? 4,000. ദെൻ ഇക്വിറ്റി ഷെയർ അപ്ലിക്കേഷൻ എന്ത് ചെയ്യും? ഇക്വിറ്റി ഷെയർ അപ്ലിക്കേഷൻ ഡെറ്റർ എത്രയുണ്ട്? 4,000 ഉണ്ട്. ടു ഷെയർ ക്യാപിറ്റലിലേക്ക് നമ്മൾ എത്രയേ മാറ്റുള്ളൂ? എത്ര നമ്മൾ ഇഷ്യൂ ചെയ്തിട്ടുള്ളത്? 1,000 ആണ്. ഇൻറ്റു 2 ദാറ്റ് മീൻസ് എത്ര മാറ്റാൻ പറ്റുള്ളൂ? 2,000. ബാക്കിയുള്ളത് എവിടേക്ക് മാറ്റും? കാൾ ഇൻ അഡ്വാൻസ് എത്രയാണ്? 2,000. ഈ കാൾ ഇൻ അഡ്വാൻസ് എന്താണ്? അപ്ലിക്കേഷൻ മണീൻ്റെ കാര്യമാണ് പറയണത്. ഓക്കെ, അപ്ലിക്കേഷൻ മണി എന്ത് ചെയ്ത്? അഡ്വാൻസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ വരിക? ഇനി അപ്ലിക്കേഷൻ മണി നമ്മൾ എന്ത് ചെയ്യും? ആദ്യം ഡ്യൂ ആക്കും. എന്താണ്? ഷെയർ അപ്ലിക്കേഷൻ
ഡെറ്റർ ടു നമ്മൾ എന്ത് കൊടുക്കും, ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ. എത്രയാണത്? 4 ആണ്. 1000 × 4 എത്ര വരും? 4000 എന്ത് വരും? 4000 വരും. ഇനി ഇത് റിസീവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടില്ല? 2000 കിട്ടില്ല. അപ്പോൾ എന്താ വരിക? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ എത്ര കിട്ടുള്ളൂ? 2000. ബാലൻസ് എവിടെ നിന്ന് എടുക്കും? കാൾസ് ഇൻ അഡ്വാൻസ് എത്രയാണ്? ഡെറ്റർ 2000 ടു എന്താണ്? ഷെയർ അപ്ലിക്കേഷൻ എത്ര? 4000. അപ്പോൾ എന്ത് ചെയ്തു? കാൾസ് ഇൻ അഡ്വാൻസ് ആയി. ഇനി നമുക്ക് എന്ത് ചെയ്തു? ഇവിടെ നമ്മൾ ഫൈനൽ കോൾ വിളിച്ചിട്ട് എന്ത് ചെയ്തു? 500 പേര് എന്ത് ചെയ്തില്ല? ഫൈനൽ കോൾ തന്നില്ല. ദാറ്റ് മീൻസ് 500 × 4 ദാറ്റ് മീൻസ് 2000 എന്ത് ചെയ്തിട്ടുള്ളൂ? തന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എന്തായിരിക്കും? അത് ആദ്യം ഡ്യൂ ആക്കും. എന്തായിരിക്കും? ഷെയർ ഫൈനൽ കോൾ ഡെറ്റർ എത്രയാണ്? 4000 ടു ഷെയർ ക്യാപിറ്റൽ എത്ര വരും? 4000. ഇനി വരുന്ന സമയത്ത് എത്ര ബാങ്കിൽ നമുക്ക് എത്ര കിട്ടുക? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ എത്ര കിട്ടുള്ളൂ? 2000 കിട്ടിയിട്ടുള്ളൂ. മറ്റെന്താണ്? കാൾസ് ഇൻ അരിയർ എത്രയാണ്? ഡെറ്റർ 2000 ടു എന്താണ്? ഷെയർ ഫൈനൽ കോൾ എത്ര? 4000. എത്ര വരും? 4000 വരും. ഓക്കെ ആണല്ലോ. ദെൻ ഈ ഫൈനൽ കോൾ ഇപ്പോൾ ഇനി നമുക്ക് എത്ര ഉണ്ട്? കാൾസിനറി എത്ര കിട്ടാണ്ട്? 2000 കിട്ടാണ്ട്. ഇതൊരു 1000 റുപ്പീസ് കിട്ടി. അപ്പോൾ എന്തായിരിക്കും? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു കാൾസ് ഇൻ അരിയർ എത്ര ഉണ്ടാവും? 2000 എന്നുണ്ടാവും. ഇതാണെന്ത്? കാൾസ് ഇൻ അരിയറും കാൾസ് ഇൻ അഡ്വാൻസും. ആ കാൾസ് ഇൻ അരിയറും കാൾസ് ഇൻ അഡ്വാൻസിന് വെച്ചിട്ട് എന്നിട്ട് ഒരു ഇല്ലുസ്ട്രേഷൻ 8 പറയുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ ആണല്ലോ. ദെൻ ഇൻട്രസ്റ്റ് ഓൺ കോളും ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അരിയറും ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അഡ്വാൻസും. ഓക്കെ, എന്താണ്? ഫസ്റ്റ് ഇൻട്രസ്റ്റ് ഓൺ കാൾസ് ഇൻ അഡ്വാൻസ് ആണ് വിചാരിക്കാം. ഇൻട്രസ്റ്റ് ഓൺ കാൾസ് ഇൻ അഡ്വാൻസ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം എന്താണ്? എക്സ്പെൻസ് ആണ്. കമ്പനിക്ക് എന്താണ്? നമുക്ക് എക്സ്ട്രാ എമൗണ്ട് ഇങ്ങോട്ട് കിട്ടി, അതിന് നമ്മൾ അഡ്വാൻസ് ഇൻട്രസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാണ്? അങ്ങോട്ട് കൊടുക്കുകയാണ്. നമുക്ക് എന്താണ്? എക്സ്പെൻസ് ആണ്. അപ്പോൾ എന്തായിരിക്കും ജേർണൽ എൻട്രി വരിക? കാൾസ് ഇൻ അഡ്വാൻസ് നമുക്ക് എന്താണ്? എക്സ്പെൻസ് ആണ്. നമ്മൾക്ക് എന്തായിരിക്കും ജേർണൽ എൻട്രി വരിക? ഒന്ന് ഓർത്ത് നോക്കിയേ, എന്താണ് ജേർണൽ എൻട്രി വരിക എന്നുള്ളത്? എക്സ്പെൻസ് ആവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? എക്സ്പെൻസുകൾ നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. അപ്പോൾ എന്താണ്? ഇൻട്രസ്റ്റ് ഓൺ കാൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട് ഡെറ്റർ ടു നമ്മൾ എടുക്കാൻ മാറ്റുന്നത് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടിലേക്കാണ് മാറ്റുക. ഷെയർ ഹോൾഡർ അക്കൗണ്ട് എത്രയാണ് എമൗണ്ട്? ആ എമൗണ്ട്. ദെൻ നമ്മൾ എന്ത് ചെയ്യും? കമ്പനി ഇത് പേയ്മെൻറ്റ് നടത്തുന്ന സമയത്ത് എന്ത് ചെയ്യും? ഷെയർ ഹോൾഡർ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് എത്ര ഉണ്ടാവും? ആ സെയിം എമൗണ്ട് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇതിനെന്ത് പറയും? ഡ്യൂ എൻട്രി എന്ന് പറയും. ഇതെന്താണ്? പേയ്മെൻറ്റ് എൻട്രിയാണ്. ദെൻ ഇൻട്രസ്റ്റ് ഓൺ കാൾസ് ഇൻ അരിയർ ആണ് വിചാരിക്കുക. ഇൻട്രസ്റ്റ് ഓൺ കാൾസ് ഇൻ അരിയേഴ്സ് എന്താണ്? നമുക്ക് പൈസ തരാനുണ്ടായിരുന്നു ആര്? ഷെയർ ഹോൾഡേഴ്സ്. അതവർ തന്നിട്ടില്ല, കാൾസ് ഇൻ അരിയറായിട്ട് കിടക്കുകയാണ്. അതിനാരെന്ത് ചെയ്യണം? ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുക. മീൻസ് അവർ നമുക്ക് ഇൻട്രസ്റ്റ് തരുമായിരിക്കും. നമുക്ക് എന്താണ്? ഇൻകമാണ് നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ഡെബിറ്റ് എന്ത് ചെയ്യണം? ഷെയർ ഹോൾഡർ ചെയ്യും. ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഇൻട്രസ്റ്റ് ഓൺ കാൾസ് ഇൻ അരിയർ.
കാൽസിൻ അരിയേഴ്സ്. ഇനി നമുക്ക് എമൗണ്ട് കിട്ടും. എമൗണ്ട് കിട്ടുന്ന സമയത്ത് എന്തായിരിക്കും? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ഹോൾഡർ എമൗണ്ട് ഉണ്ടാവും. ഈ ഒരു ജേണൽ എൻട്രി എന്തേ ഉള്ളൂ? അതിന് പഠിക്കാനുള്ളൂ. ഓക്കെ ആണല്ലോ? കാൾസിൻ അരിയറും കാൾസിൻ അഡ്വാൻസും, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ കാൾസിൻ അരിയറും ഇൻട്രസ്റ്റ് ഓൺ കാൾസിൻ അഡ്വാൻസും. അതിനെ റിലേറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ എന്തുണ്ട്? ഇല്ലുസ്ട്രേഷൻ. അതിനെ റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ തന്നെയുള്ളത്. ഓക്കെ, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, അലോട്ട്മെൻറ്റ്, ഫസ്റ്റ് കോള്, കാൾസിൻ അഡ്വാൻസ്, കാൾസിൻ അറി, ഇതെല്ലാം കൂടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ക്വസ്റ്റ്യൻ എന്തുണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഇല്ലുസ്ട്രേഷൻ ലൈൻ എന്ത് ചെയ്യുക? ചെയ്ത് നോക്കുക. സെയിം ജേണൽ എൻട്രീസ് ആണ്, വേറെ ഒരു സംഗതിയില്ല. ജേണൽ എൻട്രീസ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് എന്ത് ചെയ്യാണ്? ഇങ്ങനെ വരികയാണ്. അല്ലാതെ അതിന് പ്രത്യേകിച്ച് എന്തില്ല? ഒരു എക്സ്ട്രാ ഒരു സംഗതി ഒന്നും അതിൽ വരുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് ഓരോന്നും എന്ത് ചെയ്യുക? ഒന്ന് ചെയ്ത് നോക്കുക. ഇല്ലുസ്ട്രേഷൻ ലൈൻ എന്ത് ചെയ്യുക? ഒന്ന് ചെയ്ത് നോക്കുക. നമുക്ക് എന്ത് ചെയ്യാം? ഫോർ ഫീച്ചർ ഓഫ് ഷെയർസ്. എന്താണ് ഫോർ ഫീച്ചർ? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. എന്താണ്? നമ്മൾ എന്ത് ചെയ്തു? ഒരു ഷെയർ ഇഷ്യൂ ചെയ്തു. ഒരു ഷെയർ നമ്മൾ എന്ത് ചെയ്തു? ഇഷ്യൂ ചെയ്തു. ദെൻ ഇഷ്യൂ ചെയ്തിട്ട് എന്ത് ചെയ്തു? ആളുകൾ എന്ത് ചെയ്യും? അത് സബ്സ്ക്രൈബ് ചെയ്യും. സബ്സ്ക്രൈബ് ചെയ്തിട്ട് അവരെന്ത് ചെയ്യും? പെയ്ഡ് ചെയ്യും. ദെൻ അവരെന്ത് പെയ്ഡ് ചെയ്തു? അപ്ലിക്കേഷൻ മണി പെയ്ഡ് ചെയ്തു. ദെൻ എന്ത് ചെയ്തു? അലോട്ട്മെൻറ്റ് മണി പെയ്ഡ് ചെയ്തു. ഈ അപ്ലിക്കേഷൻ മണി പെയ്ഡ് ചെയ്താൽ അവർക്ക് എന്ത് ചെയ്തും? ഷെയർസ് നമ്മൾ അലോട്ട് ചെയ്ത് കൊടുക്കും. എന്ന് വെച്ചാൽ അവർ നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ് ആവും, നമ്മൾ ഷെയർ ക്യാപിറ്റലായിട്ട് കാണിക്കും. ഓക്കെ. ദെൻ അലോട്ട്മെൻറ്റ് മണിയോ ഏതെങ്കിലും കാൾസോ അവർ ചിലപ്പോൾ എന്ത് ചെയ്യാം? പെയ്ഡ് ചെയ്യാതിരിക്കാം. അങ്ങനെ പെയ്ഡ് ചെയ്യാതിരുന്നാൽ നമ്മൾ എന്ത് പറയും? ഇതിനെ കാൾസ് ഇൻ അരിയേഴ്സ് എന്ന് പറയും. ഇങ്ങനെ കാൾസ് ഇൻ അരിയറായിട്ട് കുറച്ചധികം കാലം ഇരുന്നിട്ടുണ്ടെങ്കിൽ അത് ഈ കമ്പനിയുടെ ടേംസ് ഉണ്ടാവും. ഇത്ര ഇയേഴ്സ് കാൾസിൻ അരിയറായിട്ട് കിടന്നിട്ടുണ്ടെങ്കിൽ കമ്പനിക്ക് ആ ഷെയർസിനെ തിരിച്ചു പിടിക്കാനുള്ള റൈറ്റ് ഉണ്ട് എന്ന് ഒരു കമ്പനീൻ്റെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ എന്തുണ്ടാവും? ഒരു ക്ലോസ് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ കറക്റ്റ് ഗൈഡ് ലൈൻസ് കൊടുത്തിട്ടുണ്ടാവും. ഈ ഗൈഡ് ലൈൻസ് പ്രകാരം കമ്പനിക്ക് ഇത്തരം ഷെയർസിനെ കമ്പനിയിലേക്ക് തിരിച്ചു പിടിക്കാനുള്ള റൈറ്റ് ഉണ്ട്. ഇങ്ങനെ തിരിച്ചു പിടിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഓൾറെഡി നമുക്ക് എമൗണ്ട്സ് എന്ത് ചെയ്തിട്ടുണ്ടാവും? റിസീവ് ചെയ്തിട്ടുണ്ടാവും. ഓൾറെഡി എമൗണ്ട്സ് എന്ത് ചെയ്തിട്ടുണ്ടാവും? റിസീവ്. നമ്മൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്തു? അപ്ലിക്കേഷൻ മണി കിട്ടിയിട്ടുണ്ട്, ചിലപ്പോൾ അലോട്ട്മെൻറ്റ് മണി കിട്ടിയിട്ടുണ്ട്. കാളാണ് അയാൾ എന്ത് ചെയ്തത്? ഡ്യൂ ആക്കിയിട്ടുണ്ടെങ്കിൽ അയാളുടെ അടുത്ത് ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? എമൗണ്ട് ഓൾറെഡി റിസീവ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ ചിലപ്പോൾ ഏതെങ്കിലും എമൗണ്ട് ഡ്യൂ ആക്കിയിട്ടുണ്ടാവും. ഡ്യൂ ആക്കിയിടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമ്മളെന്ത് ചെയ്തു? അപ്ലിക്കേഷൻ മണി 5 rupees ഒന്നും വേണ്ട, അപ്ലിക്കേഷൻ മണി 2 rupees ആണ്. അപ്ലിക്കേഷൻ എന്താണ്? 2 rupees ആണ്. അലോട്ട്മെൻറ്റ് മണി 2 rupees ആണ്. ഫസ്റ്റ് കാള് 2 rupees ആണ്. സെക്കൻഡ് കാള് 2 rupees ആണ്. ലാസ്റ്റ് കാള് 2 rupees ആണ്. ടോട്ടൽ എത്ര? 10 rupees ആണ് ഷെയറിൻ്റെ വാല്യൂ. ഓക്കെ. നമ്മളെന്ത് ചെയ്തു? ഫസ്റ്റ് കാള് വിളിച്ചു, അയാൾ എന്ത് ചെയ്തു? പെയ്ഡ് ചെയ്തു. സെക്കൻഡ് കാൾ വിളിച്ചു, അയാൾ എന്ത് ചെയ്തു? പെയ്ഡ് ചെയ്തു. ദാറ്റ് മീൻസ് സെക്കൻഡ് കാൾ, ഫസ്റ്റ് കാൾ എന്ന് അപ്ലിക്കേഷൻ മണി വിളിച്ചു, അയാൾ പെയ്ഡ് ചെയ്തു. അലോട്ട്മെൻറ്റ് വിളിച്ചു, അയാൾ പെയ്ഡ് ചെയ്തു. എന്ത് ചെയ്തു? ദെൻ നമ്മൾ എന്ത് ചെയ്തു? ആദ്യത്തെ കാളായിട്ടുള്ള 2 rupees നമ്മൾ വിളിച്ചു, പക്ഷേ അയാൾ എന്ത് ചെയ്തിട്ടില്ല? പെയ്ഡ് ചെയ്തിട്ടില്ല. സെക്കൻഡ് കോൾ വിളിച്ചു, അയാൾ എന്ത് ചെയ്തിട്ടില്ല? പെയ്ഡ് ചെയ്തിട്ടില്ല. ലാസ്റ്റ് കോൾ എന്ത് ചെയ്തിട്ടില്ല? നമ്മൾ വിളിച്ചിട്ടില്ല. അപ്പോൾ ഈ ഷെയറിൻ്റെ പെയ്ഡപ്പ് പോർഷൻ അല്ലെങ്കിൽ കാൾഡപ്പ്, പെയ്ഡപ്പ് എന്ന് വേണ്ട, കാൾഡപ്പ് എത്രയാണ്? 8 rupees ആണ്. 8 rupees ആണ് എന്ത് ചെയ്തിട്ടുള്ളൂ? നമ്മൾ വിളിച്ചിട്ടുള്ളൂ. 2 rupees എന്നുണ്ട് വിളിക്കാനുണ്ട്. അപ്പോൾ എമൗണ്ട് ആൾറെഡി പെയ്ഡ് എത്രയാണ്? 2 + 2 ദാറ്റ് മീൻസ് 4 rupees ആണ് എന്ത് ഓൾറെഡി പെയ്ഡ്. എമൗണ്ട് ഡ്യൂ ആയത്, ദാറ്റ് മീൻസ് നമ്മൾ ഷെയർ ക്യാപിറ്റലിലേക്ക് മാറ്റി വെച്ചത്. ഫസ്റ്റ് കോൾ വിളിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ജേണൽ എൻട്രി ഇട്ടിട്ടുണ്ടാവും? ആദ്യം ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്ന ജേണൽ എൻട്രി ഇട്ടുണ്ടാവും. ദാറ്റ് മീൻസ് നമ്മൾ എന്ത് ഫസ്റ്റ് കോൾ ഡ്യൂ ആക്കിയിട്ടുണ്ടാവും. അപ്പോൾ 2 rupees ഡ്യൂ ആക്കിയിട്ടുണ്ടാവും.
ദെൻ സെക്കൻഡ് കോളും വിളിച്ചിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് കോളും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഡ്യൂ ആക്കിയിട്ടുണ്ടാവും. ദാറ്റ് മീൻസ് 4 rupees എന്താണ് ഡ്യൂ ആക്കിയിട്ടുണ്ടാവും. ഓക്കെ ആണല്ലോ. ദെൻ ചിലപ്പോൾ നമ്മളിപ്പോൾ ഏതൊക്കെയാണ് ഡ്യൂ ആക്കിയിട്ടുള്ളത്, ഫസ്റ്റ് കോള് ഡ്യൂ ആക്കി, സെക്കൻഡ് കാൾ എന്ത് ചെയ്തിരു ഡ്യൂ ആക്കി. ചില സമയത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഈ 2 കോള് വിളിച്ചപ്പോഴും കിട്ടാത്ത എമൗണ്ടിനെ നമ്മൾ എവിടേക്ക് മാറ്റിയിട്ടുണ്ടാവും, കാൾസ് ഇൻ അരിയർ അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും, മാറ്റിയിട്ടുണ്ടാവും. അപ്പോൾ ഇത്തരം ഡിഫറെൻറ്റ് കേസുകളിൽ ഡിഫറെൻറ്റ് ജേർണൽ എൻട്രീസ് ആണ് വരിക. അപ്പോൾ ഒന്നാമത്തെ കേസ് എന്താണ്, കാൾസ് ഇൻ അരിയർ അക്കൗണ്ടിലേക്ക് മാറ്റി. മറ്റെന്ത് ചെയ്തു, കാൾസ് ഇൻ അരിയർ അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്തിട്ടില്ല, മാറ്റിയിട്ടില്ല. ഇങ്ങനെ 2 കേസും എന്ത് ചെയ്യും, വരും. അപ്പോൾ ഈ കാൾസ് ഇൻ അരിയർ അക്കൗണ്ടിലേക്ക് മാറ്റില്ല എന്ന് പറയുമ്പോഴുള്ള ഡിഫറൻസ് നമുക്ക് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. എങ്കിലേ നമുക്ക് ഇതിനെ ഈ ഒരു ജേർണൽ എൻട്രിയെ പറ്റി എന്തിട്ടുണ്ടാവുള്ളൂ, നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുള്ളൂ. അപ്പോൾ ഈ ഫസ്റ്റ് കാൾ വിളിക്കുന്ന സമയത്ത് നമ്മൾ എന്തായിരിക്കും ജേർണൽ എൻട്രി ഇട്ടിട്ടുണ്ടാവുക, വിളിക്കുന്ന സമയത്ത് ഡ്യൂ ആക്കുന്ന സമയത്ത് എന്തായിരിക്കും, ഷെയർ ഫസ്റ്റ് കോൾ ടു ഷെയർ ക്യാപിറ്റൽ. ഈ ജേർണൽ എൻട്രി നമ്മൾ ഇട്ടിട്ടുണ്ടാവും, ലെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ. ദെൻ ഇത് റിസീവ് ചെയ്യുന്ന സമയത്ത് ബാങ്ക് അക്കൗണ്ട് ലെറ്റർ ടു ഷെയർ ഫസ്റ്റ് കോൾ. ഇപ്പോൾ നമ്മളിവിടെ എത്ര 10 ഡ്യൂ ആക്കി. ഇതിലെന്ത് ചെയ്തു, ഒരാൾ തന്നിട്ടില്ല. ദാറ്റ് മീൻസ് 9 ആളുകളും തന്നു. ഇങ്ങനെയാണ് നമ്മൾ ജേർണൽ എൻട്രി ഇട്ടിട്ടുള്ളതെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ടിൽ എത്ര രൂപ കിട്ടാനുണ്ടാവും, ഡെബിറ്റിൽ എത്ര എമൗണ്ട് ഉണ്ടാവും, 1 rupees അവിടെ ഡെബിറ്റിൽ ബാലൻസ് ആയിട്ട് കിടക്കുന്നുണ്ടാവും. അതല്ലാതെ നമ്മൾ വേറെ ടൈപ്പ് ജേർണൽ എൻട്രീസ് നമ്മൾ മെയ്ഡ് ചെയ്യാറുണ്ട്. എന്തായിരുന്നു ജേർണൽ എൻട്രി, ബാങ്ക് അക്കൗണ്ട് ലെറ്റർ, കാൾസ് ഇൻ അരിയർ അക്കൗണ്ട് ലെറ്റർ ടു ഷെയർ ഫസ്റ്റ് കോൾ. അപ്പോൾ എന്തായി, 9, 1, 10. അപ്പോൾ എന്താണ് ഇവിടെ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, ഫസ്റ്റിൽ എന്താണ്, ഇവിടെ നിങ്ങൾക്ക് 1 rupees ഷെയർ ഫസ്റ്റ് കോളിൽ ബാലൻസ് കാണാൻ പറ്റും. രണ്ടാമതിൽ ഷെയർ ഫസ്റ്റ് കോളിൽ 10 ആണ്. ഷെയർ ഫസ്റ്റ് കോളിൽ എന്താണ് 10 ആണ്. എന്ത് നില്ലായി പോയിട്ടുണ്ടാവും, ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് നില്ലായി പോയിട്ടുണ്ടാവും. എവിടെ ആയിരിക്കും 1 rupees ബാലൻസ് ഉണ്ടാവുക, കാൾസ് ഇൻ അരിയറിൽ ബാലൻസ് ഉണ്ടാവും. അപ്പോൾ 2 കേസ് നമ്മൾ മനസ്സിലാക്കണം. എന്ത്, ഒന്ന് ഡ്യൂ ആക്കി മാത്രം വെച്ചിട്ടുള്ളൂ, എവിടേക്ക് മാറ്റിയിട്ടില്ല, കാൾസ് ഇൻ അരിയർ അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ടില്ല. ദെൻ എന്താണ്, കാൾസ് ഇൻ അരിയർ അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. ദെൻ നമ്മൾ മനസ്സിലാക്കണം, ഡ്യൂ ആയ എമൗണ്ടൊക്കെ എവിടെ ആഡ് ചെയ്തിട്ടുണ്ടാവും, ഷെയർ ക്യാപിറ്റലിനോട് കൂടെ ആഡ് ചെയ്തിട്ടുണ്ടാവും. ദെൻ ഇവിടെ നമ്മൾ ആഡ് ചെയ്തിട്ടില്ല, ഡ്യൂ ആക്കിയ എമൗണ്ടോട് ആഡ് ചെയ്തു, ഷെയർ ക്യാപിറ്റലിനോട് കൂടെ ആഡ് ചെയ്തു. ദെൻ എമൗണ്ട് ആൾറെഡി റിസീവ്ഡ് ഉണ്ടാവും, ഷെയർ അപ്ലിക്കേഷൻ മണി, അതേപോലെ തന്നെ ഷെയർ അലോട്ട്മെൻറ്റ് മണിയൊക്കെ ചിലപ്പോൾ എന്തുണ്ടാവും, ഓൾറെഡി റിസീവ് ചെയ്തിട്ടുണ്ടാവും. ഏതിൻ്റെ കേസിൽ, ഈ ഷെയർ ഫോർഫീറ്റ് ചെയ്യുന്ന ഷെയർസിൻ്റെ. ദെൻ നമ്മൾ ഇതിൻ്റെ ജേർണൽ എൻട്രി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഷെയർ ക്യാപിറ്റലിൽ നിന്ന് ഇതിനെ റിമൂവ് ചെയ്യാണ്. ഷെയർ ക്യാപിറ്റലിന് ഓൾറെഡി എന്താണ്, ക്രെഡിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ അതിനെ റിമൂവ് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും ജേർണൽ എൻട്രി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഷെയറിനെ നമ്മൾ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. ഇത് ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യണമെന്ന് വെച്ചാൽ, ഫോർഫീച്ചോ, ആ ഷെയർ എന്താണെന്ന് വെച്ചാൽ ഇഷ്യൂഡ് അറ്റ് പാറാണ്. എന്ന് വെച്ചാൽ അതെന്ത് ചെയ്യാണ്, പാറിനാണ്. ദാറ്റ് മീൻസ് അത് ഫേസ് വാല്യൂക്ക് തന്നെയാണ് എന്താ ഷെയർ ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. ആ കേസാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഷെയർ ക്യാപിറ്റൽ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. ഷെയറിനെ നമ്മൾ കുറക്കണം. അപ്പോൾ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു forfeited share account, forfeited, ഒരു മിനിറ്റ്, forfeited share account to share allotment to share ഫസ്റ്റ് കോൾ. ഇനി ഈ ഫോർഫീറ്റഡ് അക്കൗണ്ടിൽ എന്താ ഉണ്ടാവുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എമൗണ്ട് ഓൾറെഡി പെയ്ഡ്. ആ ഷെയറിൻ്റെ മുകളിൽ ആ ഷെയർ ഹോൾഡർ ഓൾറെഡി പെയ്ഡ് ചെയ്ത എമൗണ്ടാണ് എവിടേക്ക് മാറ്റുക,
ഫോർഫീച്ചർ അക്കൗണ്ടിലേക്ക് മാറ്റാം. ദെൻ ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് എപ്പോഴേ വരുള്ളൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് എപ്പോഴാണ് വരിക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഫ് ഡ്യൂ എൻട്രി പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡ്യൂ എൻട്രി പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി എന്ത് ചെയ്യും, ഈ 2 എൻട്രിക്കും പകരമായിട്ട് ഈ 2 എൻട്രിയും ഡ്യൂ എൻട്രി പാസ് ചെയ്തിട്ട് ഇതിനെ നമ്മൾ കാൾസ് ഇൻ അരിയർ അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ ഈ 2 എമൗണ്ടും എവിടെ വരിക എന്ന് വെച്ചാൽ ടു കാൾസ് ഇൻ അരിയേഴ്സ് അക്കൗണ്ട് ആയിട്ടാണ് വരിക. ഇഫ് കാൾസ് ഇൻ അരിയർ ക്രിയേറ്റഡ്, കാൾസ് ഇൻ അരിയർ മുമ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ 2 എൻട്രിക്കും പകരം ഏതൊക്കെയാണ് ഈ നമ്മൾ ഡ്യൂ ആക്കുന്നതിന് എൻട്രി പാസ് ചെയ്തില്ലേ, ആ ഡ്യൂ ആവുന്നതിന് പകരം അവിടെ എന്താ വരിക, ആ ഡ്യൂ ആയത് നമ്മൾ എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്, കാൾസ് ഇൻ അരിയറിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതായിരിക്കും വരുന്നുണ്ടാവുക, കാൾസ് ഇൻ അരിയർ അക്കൗണ്ട് ആയിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ ആണല്ലോ. ഇതാണ് ജേണൽ എൻട്രി. ഇതിന് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ചിലപ്പോൾ 2 ജേണൽ എൻട്രീസ് ആയിട്ടായിരിക്കും ഇതുണ്ടാവുക, കൊടുത്തിട്ടുണ്ടാവുക. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഒരൊറ്റ ഒന്നായിട്ട് നിങ്ങൾ പഠിച്ചാൽ മതി. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എന്താണ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ. ഇനി ഷെയർ ക്യാപിറ്റൽ എന്ത് എമൗണ്ടാണ് വരിക, എന്താണ് നമ്പർ ഓഫ് ഷെയർ ഇൻറ്റു ഫേസ് വാല്യൂ. നമ്പർ ഓഫ് ഷെയർ ഇൻറ്റു ഫേസ് വാല്യൂ എന്ന് വേണ്ട, ഫേസ് വാല്യൂ ഇല്ല വരെ ഫുള്ള് കാൾഡ് അപ്പ് ചെയ്താണ്, കാൾഡ് അപ്പ് വാല്യൂ. ഓക്കെ, നമ്പർ ഓഫ് ഷെയർ ഇൻറ്റു കാൾഡ് അപ്പ് വാല്യൂ. ഇവിടെ എത്രയാണ് കാൾഡ് അപ്പ് ചെയ്തിട്ടുള്ളത്, 8 റുപ്പീസല്ലേ കാൾഡ് അപ്പ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എന്താണ് നമ്പർ ഓഫ് ഷെയർ ഇൻറ്റു 8 ആയിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ ആണല്ലോ. ഇതാണ് എന്ത് ഇഷ്യൂഡ് അറ്റ് പാറിൻ്റെ ജേണൽ എൻട്രി. ഇനി എന്ത് ചെയ്യാം, ഫോർഫീറ്റ് ചെയ്യാം. പക്ഷേ ഇഷ്യൂഡ് അറ്റ് എന്തായിരിക്കും, ചിലപ്പോൾ ഡിസ്കൗണ്ടിന് ഇഷ്യൂ ചെയ്തത് എന്ത് ചെയ്യാം, ഫോർഫീറ്റ് ചെയ്യാം. അപ്പോൾ എന്തായിരിക്കും ജേണൽ എൻട്രി വരാൻ നോക്കാം നമുക്ക്. എന്താണ് ഞാൻ പറയണത്, ഫോർഫീറ്റ് തന്നെയാണ്, പക്ഷേ എന്താണ് ഇഷ്യൂഡ് അറ്റ് എന്തിന് ഇഷ്യൂ ചെയ്തതാണ്, പ്രീമിയത്തിന് ഇഷ്യൂ ചെയ്തതാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് രണ്ടായിട്ട് നമുക്കിതിനെ വീണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വണ്ണ് പ്രീമിയം ഓൾറെഡി റിസീവ്ഡ് അല്ലെങ്കിൽ പ്രീമിയം റിസീവ്ഡ്. നമ്മളെന്ത് ചെയ്തു, അപ്ലിക്കേഷൻ മണിയുടെ കൂടെയാണ് നമ്മൾ എന്ത് ചെയ്തത്, അപ്ലിക്കേഷൻ മണി അല്ല അലോട്ട്മെൻറ്റ് മണിയുടെ കൂടെയാണ് എന്ത് ചെയ്തത്, നമ്മൾ പ്രീമിയം വാങ്ങിച്ചെന്ന് വിചാരിക്കാം. അലോട്ട്മെൻറ്റ് മണി അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്, പെയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രീമിയം എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി റിസീവ് ചെയ്തിട്ടുണ്ട്. എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ പ്രീമിയം ഓൾറെഡി റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്താണ് മുമ്പ് നമ്മൾ ജേണൽ എൻട്രി പാസ് ചെയ്തില്ലേ, ആ സെയിം ജേണൽ എൻട്രിയാണ് നമ്മൾ എന്ത് ചെയ്യുക, പാസ് ചെയ്യുക. ദാറ്റ് മീൻസ് നമ്മൾ എന്ത് ചെയ്തു, ആ സെക്യൂരിറ്റി പ്രീമിയം എന്ത് ചെയ്യില്ല, കനോട്ട് ബി ക്യാൻസൽഡ്. അത് എവിടെയും വരില്ല, എന്താണ് പ്രീമിയം ഓൾറെഡി റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, സെക്യൂരിറ്റി പ്രീമിയം കനോട്ട് ബി ക്യാൻസൽഡ് എന്ന് വെച്ചാൽ ആ സെക്യൂരിറ്റി പ്രീമിയം എന്ത് ചെയ്യില്ല, എവിടെയും വരില്ല. എന്താണ് ജേണൽ, എന്താണ് സെയിം ആസ് ഇഷ്യൂഡ് അറ്റ് പാറിന് ഇഷ്യൂ ചെയ്യുമ്പോൾ എന്താണോ ജേണൽ എൻട്രി, ആ സെയിം ജേണൽ എൻട്രി തന്നെയാണ് വരിക. നമ്മളിവിടെ എഴുതിയ ജേണൽ എൻട്രി ഉണ്ടല്ലോ, ഈ സെയിം ജേണൽ എൻട്രി തന്നെയാണ് എന്ത് ചെയ്യുക, അവിടെ വരിക. പക്ഷേ ഇതിൽ എവിടെയും ഏത് നമ്മൾ ഡ്യൂ ആക്കിയിട്ടുണ്ടെങ്കിലും അതിന് നമ്മൾ എന്ത് എമൗണ്ട് എഴുതൂല, സെക്യൂരിറ്റി പ്രീമിയം എന്നുള്ള നമ്മൾ അലോട്ട്മെൻറ്റോട് കൂടെ സെക്യൂരിറ്റി പ്രീമിയം വാങ്ങിച്ചോളൂ, ആ എമൗണ്ട് നമ്മൾ എഴുതൂല. എന്താണ് ഷെയർ ക്യാപിറ്റലിലേക്കുള്ള എമൗണ്ട് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ,
എഴുതുള്ളൂ. സെക്യൂരിറ്റി പ്രീമിയം എഴുതുള്ളൂ എന്ന് വെച്ചാൽ പാറിന് ഇഷ്യൂ ചെയ്യുമ്പോൾ എന്തായിരിക്കും ജേണൽ എൻട്രി? സെക്യൂരിറ്റി പ്രീമിയം ഇല്ലാത്ത എമൗണ്ട് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, റെക്കോർഡ് ചെയ്യുന്നുണ്ടാവുക. ഇനി ബി, പ്രീമിയം നോട്ട് റിസീവ്ഡ്. ദാറ്റ് മീൻസ് എന്ത് ചെയ്തു, നമ്മൾ പ്രീമിയം അടക്കം എന്താണ്, അലോട്ട്മെൻറ്റും അയാൾ തന്നിട്ടില്ല. അലോട്ട്മെൻറ്റിൻ്റെ കൂടെ നമ്മൾ സെക്യൂരിറ്റി പ്രീമിയം വെച്ചിട്ടുണ്ടായിരുന്നത്, അതും അയാൾ എന്ത് ചെയ്തിട്ടില്ല, തന്നിട്ടില്ല. ദാറ്റ് മീൻസ് എന്താണ്, സെക്യൂരിറ്റി പ്രീമിയം എന്താണ്, പെൻഡിങ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, സെക്യൂരിറ്റി പ്രീമിയം നമ്മൾ ഡ്യൂ ആക്കിയിട്ടുണ്ടാവും. അപ്പോൾ എന്തായിരിക്കും നമ്മൾ ജേണൽ എൻട്രി, അലോട്ട്മെൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ജേണൽ എൻട്രി ഇട്ടുണ്ടാവും. എന്തായിരിക്കും ജേണൽ എൻട്രി? ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ ടു നമ്മൾ എന്ത് എഴുതും, ടു സെക്യൂരിറ്റി പ്രീമിയം ഓൾറെഡി നമ്മൾ എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, ക്രെഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇത് റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതെന്താവും, ക്യാൻസൽ ചെയ്ത് പോയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, അത് എവിടെയും അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തത്. പക്ഷേ ഇത് റിസീവ് ചെയ്തിട്ടില്ലെങ്കിൽ അതിനും കൂടി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഡെബിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ എന്തായിരിക്കും ജേണൽ എൻട്രി വരിക? ആദ്യം നമ്മൾ എന്തിനാ ഡെബിറ്റ് ചെയ്യുക, അത് നമ്മൾ എന്തിനാ ഡെബിറ്റ് ചെയ്യും, ഷെയർ ക്യാപിറ്റൽ. ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ, ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ. അതുപോലെ തന്നെ സെക്യൂരിറ്റി പ്രീമിയം, സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് ഡെറ്റർ ടു. ഈ ടു എന്ന് പറയുന്നത് ബാക്കിയുള്ളതൊക്കെ നമ്മൾ ചെയ്യുന്ന അതേപോലെ തന്നെ എന്താണ്, ഫസ്റ്റ് എന്താണ്, ഫോർഫീച്ചർഡ് അക്കൗണ്ട്, ഫോർഫീറ്റർ ഷെയർ അക്കൗണ്ട്. ദെൻ ടു നമ്മൾ എന്തൊക്കെ ഡ്യൂ ആക്കിയിട്ടുണ്ടോ അതൊക്കെ, ഷെയർ അലോട്ട്മെൻറ്റ് ടു ഷെയർ ഫസ്റ്റ് കോൾ ടു ഷെയർ ലാസ്റ്റ് കോൾ. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യും, ഇനി കോൾസിൻ അരിയർ ആണെങ്കിൽ കാൾസിൻ അരിയറിലേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഇതിനൊക്കെ പകരം എന്താ വരിക, കാൾസിൻ അരിയറാണ് വരിക. ഓക്കെ, ഇനി ഇതിൻ്റെ എമൗണ്ടുകൾ എങ്ങനെ വരും? ഓക്കെ, ഫസ്റ്റ് ഇവിടെയുള്ള എമൗണ്ട് എന്തായിരിക്കും, നമ്പർ ഓഫ് ഷെയർ ഇൻറ്റു പെയ്ഡ് അപ്പ് വാല്യൂ. പെയ്ഡ് അപ്പ് വാല്യൂ ഇവിടെ എന്താണ്, നമ്പർ ഓഫ് ഷെയർ ഇൻറ്റു സെക്യൂരിറ്റി പ്രീമിയം എമൗണ്ട്. ഇവിടെ എന്താണ്, എമൗണ്ട് റിസീവ്ഡ്, എമൗണ്ട് റിസീവ്ഡ്. ഇതെന്താണ്, ഇഫ് ഡ്യൂ ആയിട്ടുണ്ടെങ്കിൽ, ഇഫ് ഡ്യൂ. ഇനി നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, ഇതെല്ലാം ഡ്യൂ ആക്കിയിട്ട് നമ്മൾ എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്തു എന്ന് വിചാരിക്കുക, കാൾസ് ഇൻ അരിയർ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനൊക്കെ പകരം എന്താ വരിക, ടു കാൾസ് ഇൻ അരിയർ ആണ് വരിക, കാൾസ് ഇൻ അരിയേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ഇഫ് ക്രിയേറ്റഡ്. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതെല്ലാത്തിനും പകരം എന്ത് വരും, കാൾസ് ഇൻ അരിയേഴ്സ് അക്കൗണ്ട് വരും. ഇതാണെന്ത്, ഈ സെക്യൂരിറ്റി പ്രീമിയം വരുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഫോർഫീറ്റ് ചെയ്യുന്ന സമയത്ത് സെക്യൂരിറ്റി പ്രീമിയം വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, നോർമൽ ഫോർഫീറ്റ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്, ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഫോർഫീച്ചർ ഷെയർ അക്കൗണ്ട്, അതെന്താണ്, എമൗണ്ട് റിസീവ് ചെയ്ത് ടു നമ്മൾ എന്തെങ്കിലും ഡ്യൂ ആക്കിയിട്ടുണ്ടെങ്കിൽ ഡ്യൂ മുഴുവൻ, അങ്ങനെ ഡ്യൂ ആക്കിനെ കാൾസിൻ അരിയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതായിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഇല്ലുസ്ട്രേഷൻ എന്ത് ചെയ്യാം, ചെക്ക് ചെയ്യാം. എന്താണ് ഫസ്റ്റ് വൺ, എ ലിമിറ്റഡ് ഫോർഫീറ്റഡ് 30,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹10 ഫുള്ളി പെയ്ഡ് അപ്പ്, ₹10 ഫുള്ളി കാൾഡ് അപ്പ്, ഫുള്ളി മുഴുവൻ എന്ത് ചെയ്തിട്ടുണ്ട്, കാൾഡ് ചെയ്തിട്ടുണ്ട്. ഹെൽഡ് ബൈ മിസ്റ്റർ എക്സ് ഫോർ നോൺ പേയ്മെൻറ്റ് ഓഫ് ഫൈനൽ കാൾ ₹4. ഫൈനൽ കോൾ ₹4 എന്ത് ചെയ്തിട്ടില്ല, അയാൾ ചെയ്തിട്ടില്ല. ഹവർ ഹി പെയ്ഡ് അപ്ലിക്കേഷൻ മണി 2 per share ആൻഡ് അലോട്ട്മെൻറ്റ് മണി 4 per share. അയാൾ 2ഉം 4ഉം എന്ത് ചെയ്തിട്ടുണ്ട്, പെയ്ഡ് ചെയ്തിട്ടുണ്ട്. ദീസ് ഷെയർസ് വർ ഒറിജിനലി ഇഷ്യൂഡ് അറ്റ് പാറിനാണ് ഇഷ്യൂ ചെയ്തിട്ട്. ഗിവ് ജേണൽ എൻട്രീസ് ഫോർ ദ ഫോർഫീച്ചർ.
ഫോർഫീച്ചറിന് എന്താണ് ജേണൽ എൻട്രി വരുത്താനാണ് പറയുന്നത്. ആദ്യം എന്താണ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഇവിടെ കാൾസിനെ അരിയർ അക്കൗണ്ടിലേക്ക് മാറ്റി എന്നൊന്നും പറയണില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഡ്യൂ ആക്കിയിട്ട് തന്നെ വെക്കണം. ഇവിടെ എന്ത് മാത്രമായിരിക്കും ഡ്യൂ ആക്കി, ഇയാൾ ഏതാണ് ഇനി പെയ്ഡ് ചെയ്യാനുള്ളത്? ഫൈനൽ കോളാണ് ഇല്ലേ? ഇയാൾ ഏതാണ് മെയ്ഡ് ചെയ്യാനുള്ളത്? ഫൈനൽ കോൾ മാത്രമേ ഉള്ളൂ. ദാറ്റ് മീൻസ് അയാൾ എത്ര രൂപയാണ്? 4 റുപ്പീസിൻ്റെ ഫൈനൽ കോൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അയാൾ മേഡ് ചെയ്യണം. അപ്പോൾ അത് മാത്രമേ എന്താക്കിയിട്ടുണ്ടാവുള്ളൂ, ഡ്യൂ ആക്കിയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ജേണൽ എൻട്രി എന്താ വരുന്നത്? ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ വരിക? എത്രയാണോ ഷെയർസ് ഇൻറ്റു പെയ്ഡ് അപ്പ് വാല്യൂ. എത്രയാണ് പെയ്ഡ്? എത്രയാണ് ഇവിടെ? 10 ആണ്. അപ്പോൾ എന്ത് ചെയ്തു? 30,000 ഇൻറ്റു 10 എത്ര വരും? 3 lakh. ദെൻ നമ്മൾ എന്ത് ചെയ്തു? ഫോർഫീച്ചർഡ് അക്കൗണ്ടിൽ നമ്മൾ എന്താ ചെയ്യുക? പെയ്ഡ് അപ്പ് വാല്യൂ, സോറി എമൗണ്ട് ഓൾറെഡി പെയ്ഡ്. അയാൾ എത്ര എമൗണ്ട് ഓൾറെഡി പെയ്ഡ് ചെയ്തിട്ടുണ്ട്? അയാൾ എത്ര എമൗണ്ട് ഓൾറെഡി പെയ്ഡ് ചെയ്തിട്ടുണ്ട്? 2 per ഷെയറും 4 per ഷെയറും. ദാറ്റ് മീൻസ് 6 rupees. അതാണ് 30,000 ഇൻറ്റു 6 എത്ര? 1,80,000. ദെൻ ഡ്യൂ ആക്കിയ എമൗണ്ട് എന്താണ്? ഇക്വിറ്റി ഷെയർ ഫൈനൽ കാൾ അക്കൗണ്ട്. എത്രയാണ് ഡ്യൂ ആക്കിയിട്ടുള്ളത്? 4 rupees അല്ലേ? 4 rupees, 1,20,000. ജേണൽ എൻട്രി വളരെ ഈസിയാണ്, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. ദെൻ അനദർ വൺ എന്താണ്? നമ്മൾ കാൾസിന് അരിയർ വരുന്നത് ഇതെന്താണ്? എക്സ് ലിമിറ്റഡ് ഫോർഫീച്ചർ 20,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് 10 each. എത്ര കാൾ ചെയ്തിട്ടുള്ളൂ? 8 കാൾ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ എത്ര വരാൻ പാടുള്ളൂ? ഷെയർ ക്യാപിറ്റൽ എത്ര വരാൻ പാടുള്ളൂ? 8 വരാൻ പാടുള്ളൂ. ഫോർ നോൺ പേയ്മെൻറ്റ് ഓഫ് ഫസ്റ്റ് കാൾ മണി ₹2. അപ്പോൾ ₹2 എന്ത് ചെയ്തിട്ടില്ല? കോൾ മണി വിളിച്ചിട്ടുണ്ട്, പക്ഷേ എന്ത് ചെയ്തിട്ടില്ല? പെയ്ഡ് ചെയ്തിട്ടില്ല. ഓക്കെ. അപ്ലിക്കേഷൻ മണി 2 per share ആൻഡ് അലോട്ട്മെൻറ്റ് 4 per share ആർ ഓൾറെഡി ബീൻ റിസീവ്ഡ്. അപ്പോൾ 6 ഓൾറെഡി റിസീവ് ചെയ്തിട്ടുണ്ട്. അതെവിടെ വരണം? ഫോർഫീച്ചറിൽ വരണം. ഫോർഫീച്ചറിൽ 6 വന്നിട്ടുണ്ട്. ഓക്കെ. റിസീവ്ഡ് ബൈ ദ കമ്പനി. ഗിവ് ജേണൽ എൻട്രീസ് ഫോർ ദ ഫോർഫീച്ചർ. അസ്യൂം ദാറ്റ് ഓൾ ദ മണി ഡ്യൂ ഈസ് ട്രാൻസ്ഫേർഡ് ടു കാൾസിൻ അരിയേഴ്സ് അക്കൗണ്ട്. കാൾസിൻ അരിയർ അക്കൗണ്ടിലേക്കാണ് എന്ത് ചെയ്തിട്ടുള്ളത്? നമ്മൾ ഡ്യൂ ആയ എമൗണ്ടുകൾ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളതെന്നാണ് പറയുന്നത്. അപ്പോൾ ഡ്യൂ ഇവിടെ എത്രയേ ഉള്ളൂ? ഏതാണ്? ഫൈനൽ കാൾ മാത്രമേ എന്തുള്ളൂ, സോറി എന്താണ്? ഫസ്റ്റ് കാൾ മാത്രമേ എന്തുള്ളൂ? ഡ്യൂ ഉള്ളൂ 2 rupees. അതോടേക്ക് മാറ്റി കാൾസിൻ അരിയറിലേക്ക് കാണിച്ചു എന്ന് മാത്രം. ഓക്കെ ആണല്ലോ? വളരെ ഈസിയാണ് ഈ ജേണൽ എൻട്രി നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. ഇനി പ്രീമിയം വരുന്ന സമയത്ത് എന്തായിരിക്കും മാറ്റം? നിങ്ങൾക്ക് സെൽഫായിട്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ചെയ്ത് നോക്കാൻ പറ്റുന്ന തന്നെയാണ്. എന്താണ്? 5,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് 100 each ഫുള്ളി കാൾഡ് അപ്പ്. 100 ഫുള്ള് എന്ത് ചെയ്തിട്ടുണ്ട്? കോൾഡ് അപ്പ് ചെയ്തിട്ടുണ്ട്. വിച്ച് വർ ഇഷ്യൂഡ് അറ്റ് എ പ്രീമിയം ഓഫ് 20%. 20% പ്രീമിയമാണ്. അപ്പോൾ പ്രീമിയം എത്ര ഉണ്ടാവുക? 100 ഇൻറ്റു 20%. ദാറ്റ് മീൻസ് എത്ര ഉണ്ടാവും? ₹20 ഉണ്ടാവും. 20 ആയിരിക്കും പ്രീമിയം ഉണ്ടാവുക. ദ എമൗണ്ട് പേയബിൾ ഓൺ ഷെയർ വർ അപ്ലിക്കേഷൻ 20, ദെൻ അലോട്ട്മെൻറ്റ് 50 ഇൻക്ലൂഡിങ് പ്രീമിയം, ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ 50. ഇങ്ങനെ 3 ഘട്ടമായിട്ട് എന്ത് ചെയ്തു? പേയ്മെൻറ്റ് കൊടുക്കാനുള്ളൂ. ഓൺ അപ്ലിക്കേഷൻ മണി പെയ്ഡ് ബൈ ദ ഷെയർ ഹോൾഡർ ഇൻ റെസ്പെക്ട് ഓഫ് ദി ഷെയർസ് പാസ് നെസസറി ജേണൽ എൻട്രി. എന്താണ്? ഇയാൾ എന്ത് മാത്രമേ അപ്ലിക്കേഷൻ മണി മാത്രമേ പെയ്ഡ് ചെയ്തിട്ടുള്ളൂ. ദാറ്റ് മീൻസ് 20 മാത്രമേ പെയ്ഡ് ചെയ്തിട്ടുള്ളൂ. ഈ 20 മാത്രമേ എവിടെ വരാൻ പാടുള്ളൂ? ഫോർഫീച്ചർഡ് അക്കൗണ്ടിൽ വരാൻ പാടുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യൂ? ഫോർഫീച്ചർഡ് അക്കൗണ്ടിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? 20 കാണാൻ പറ്റും. 5,000 ഇൻറ്റു 20. ഓക്കെ. ദെൻ എന്തൊക്കെ ഇവിടെ ഡ്യൂ ആക്കിയിട്ടുണ്ട്? അപ്ലിക്കേഷൻ മണി 20. ദെൻ എന്തുണ്ട്? അലോട്ട്മെൻറ്റ് എത്ര ഉണ്ട്? 50 ഉണ്ട്. ഇതിലെന്തുണ്ട്? സെക്യൂരിറ്റി പ്രീമിയം കൂടി ഉണ്ട്. അലോട്ട്മെൻറ്റ് 50 ഉണ്ട്, അതിലെന്ത് കൂടി ഉണ്ട്? സെക്യൂരിറ്റി പ്രീമിയം ഇൻക്ലൂഡറാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം ഷെയർ ഡെബിറ്റിൽ എന്തൊക്കെ വരണം? ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ആണ് 50,000 ഇൻറ്റു ഫേസ് വാല്യൂ അല്ലെങ്കിൽ പെയ്ഡ് അപ്പ് വാല്യൂ അല്ലെങ്കിൽ കാൾഡ് അപ്പ് വാല്യൂ. കാൾഡ് ചെയ്ത വാല്യൂ ഇത്രേ മാത്രമേ ഉള്ളൂ. ഇവിടെ ഫുള്ളും കാൾഡ് ചെയ്തിട്ടില്ലേ? 100 കാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 100 വരും. 5,000 ഇൻറ്റു 100 എത്ര? 5 lakh. ദെൻ ഇനി എന്താണ്? സെക്യൂരിറ്റി പ്രീമിയം എമൗണ്ട് ഇവിടെ റിസീവ് ചെയ്തിട്ടുണ്ട്. അലോട്ട്മെൻറ്റ് മണിയോട് കൂടിയാണ് സെക്യൂരിറ്റി പ്രീമിയം. അതെന്ത് ചെയ്തിട്ടില്ല? റിസീവ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. എന്താണ്? എങ്ങനെയാണ് നമ്മൾ ഡെബിറ്റ് ചെയ്യുക? ഷെയർ ഇഷ്യൂഡ് എത്രയാണ്? 5,000 ഇൻറ്റു സെക്യൂരിറ്റി പ്രീമിയത്തിൻ്റെ വാല്യൂ മാത്രം. എത്രയാണ് സെക്യൂരിറ്റി പ്രീമിയത്തിൻ്റെ വാല്യൂ? എത്രയാണ്? 20. നമ്മൾ സെക്യൂരിറ്റി പ്രീമിയം എന്നല്ല എഴുതിയത്. ഇൻറ്റു സെക്യൂരിറ്റി പ്രീമിയമാണ്. സെക്യൂരിറ്റി പ്രീമിയം എത്രയാണ്? 20 ആണ് അല്ലേ? സെക്യൂരിറ്റി പ്രീമിയം എത്രയാണ്? 20 rupees ആണ്. അതുകൊണ്ട് എന്ത് ചെയ്തു? 5,000 ഇൻറ്റു 20 നിങ്ങൾക്ക് എന്ത് കിട്ടും? 1 lakh എന്ന് കിട്ടും. ദെൻ ഇവിടെ എന്ത്? കാൾസിൻ അരിയേഴ്സിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്തൊക്കെ ഇവിടെ ഡ്യൂ ആക്കിയിട്ടുണ്ട്? അലോട്ട്മെൻറ്റ് ഡ്യൂ ആക്കിയിട്ടുണ്ട്. അലോട്ട്മെൻറ്റ് എത്രയാണ്? 50. 5,000 ഇൻറ്റു 50 ഇൻക്ലൂഡിങ് എന്താണ്? സെക്യൂരിറ്റി പ്രീമിയം ആണ് എടുക്കേണ്ടത് കേട്ടോ. പക്ഷേ ഇവിടെ ഈ സെക്യൂരിറ്റി പ്രീമിയം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? സെക്യൂരിറ്റി പ്രീമിയം കിട്ടിയിട്ടുണ്ടെങ്കിൽ
നിങ്ങൾ എന്ത് ചെയ്യും, ഇവിടെ നമുക്ക് ഫോർഫീറ്റഡ് അക്കൗണ്ടിലായിരിക്കും എന്ത് ചെയ്തിട്ടുണ്ടാവുക, മൊത്തം എമൗണ്ട് വരുന്നുണ്ടാവുക. കിട്ടിയ എമൗണ്ട് ഒക്കെ എവിടെയായിരിക്കും വരുന്നുണ്ടാവുക, ഫോർഫീറ്റഡ് അക്കൗണ്ടിലാണ് വരുന്നുണ്ടാവുക. ഞാൻ ഈ ക്വസ്റ്റ്യൻ തന്നെ ഞാൻ എന്ത് ചെയ്യാം, ഇനി അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട് ഇതിൽ നോക്കാം നമുക്ക് കേട്ടോ. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുന്നില്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആ രീതിയിലൂടെ ഞാൻ പറഞ്ഞുതരാം. എന്താ വെച്ചാൽ സെക്യൂരിറ്റി പ്രീമിയം കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്താണ് വരിക എന്നുള്ളത്. ഓക്കെ, ദെൻ എന്താണ് നമ്മൾ ഡ്യൂ ആക്കിയിട്ടില്ല, ഫൈനൽ കോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡ്യൂ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഫൈനൽ കോൾ എന്ത് ചെയ്യും, വരും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, സെക്യൂരിറ്റി പ്രീമിയം ഇവിടെ റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ നോക്കാം. സെക്യൂരിറ്റി പ്രീമിയം റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ഈ ജേണൽ എൻട്രിയിൽ മാറ്റം വരാമെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ സെക്യൂരിറ്റി പ്രീമിയം റിസീവ് ചെയ്യാൻ ദ സെൻസ് എന്താണ്, ഇവിടെ എന്തൊക്കെ റിസീവ് ചെയ്തു, 20 റുപ്പീസ് റിസീവ് ചെയ്തു, ദെൻ ഈ 50 റുപ്പീസും റിസീവ് ചെയ്തു. ഓക്കെ, നന്നായിട്ട് ശ്രദ്ധിക്കണേ, 20 റുപ്പീസും 50 റുപ്പീസും റിസീവ് ചെയ്തു. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ത് വരും, 5 lakh തന്നെ ആയിരിക്കും. പക്ഷേ എന്ത് വരില്ല, ഈ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് എന്ത് ചെയ്യില്ല, ഡെബിറ്റ് ചെയ്യാൻ വരില്ല. അതുപോലെ തന്നെ ഫോർഫീറ്റഡിൽ ടോട്ടൽ എത്രയായിരിക്കും, ഫോർഫീറ്റഡിൽ വന്നിട്ടുള്ള 70 റുപ്പീസാണ് അല്ലേ. ഈ 70 റുപ്പീസ് ചെയ്തില്ല, സെക്യൂരിറ്റി പ്രീമിയം ഇല്ലാത്ത എമൗണ്ട് എത്ര എന്ന് വെച്ചാൽ 50 റുപ്പീസ് എവിടെ വരാൻ പാടുള്ളൂ, ഫോർഫീറ്റഡ് അക്കൗണ്ടിൽ വരാൻ പാടുള്ളൂ. എത്ര വരുള്ളൂ, ഫോർഫീറ്റഡ് അക്കൗണ്ടിൽ എത്ര ടോട്ടൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എത്ര വരാം, 5000 × 50 മാത്രമേ എന്ത് ചെയ്യുള്ളൂ, വരാൻ പാടുള്ളൂ. 5000 × 50 മാത്രം എന്ന് വെച്ചാൽ എത്ര ഉണ്ടാവും, 2,50,000. 2,50,000. പിന്നെ എന്തുണ്ടാവില്ല, ഇക്വിറ്റി ഷെയർ അലോട്ട്മെൻറ്റ് ഓൾറെഡി എന്തുണ്ട്, ഇവിടെ ഇക്വിറ്റി ഷെയർ അലോട്ട്മെൻറ്റ് ഉണ്ടാവില്ല. പിന്നെ ഇക്വിറ്റി ഷെയർ ഫൈനൽ കോൾ എന്നുണ്ടാവും, ഇതുപോലെ തന്നെ ഉണ്ടാവും. ഇപ്പോൾ 2,50,000 എന്നുണ്ടാവും, 5 lakh ഡെബിറ്റ്. ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക, ജേണൽ എൻട്രി വരുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, സെക്യൂരിറ്റി പ്രീമിയം റിസീവ്ഡ് ആണെങ്കിൽ സെക്യൂരിറ്റി പ്രീമിയത്തിൻ്റെ വാല്യൂ പിന്നെ എവിടെയും വരാൻ പാടില്ല. അത് നമുക്ക് കിട്ടിയിട്ടുള്ള അഡ്വാൻസ്, നമ്മൾ കിട്ടിയിട്ടുള്ള പ്രീമിയമാണ്. അത് പിന്നെ ഫോർഫീറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യില്ല, അവിടെ എവിടെയും വരില്ല. നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കാം. ഓക്കെ ആണല്ലോ. ഇനി അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് ഡിസ്കസ് ചെയ്യാം. ഇവിടെ ഇല്ലുസ്ട്രേഷൻ 3 എന്താ പറയണത്, എന്താണ്, മിസ്റ്റർ ഷാമി ഹാസ് അപ്ലൈഡ് ഫോർ 1000 shares of a company XYZ Limited, paying application money ₹2 per share, but he has allotted only 600 share. Pro rata allotment basis എത്ര allot ചെയ്തിട്ടുള്ളൂ, 600 share. The shares have a face value of rupees 10 and a premium of 2 per share. Premium എത്രയാണ്, 2 per share, which were payable on application 5, on allotment 5. application money തന്നിട്ടുണ്ടോ, application money ഓൾറെഡി തന്നിട്ടുണ്ട്. എത്രയാണ്, 2 rupees തന്നിട്ടുണ്ട് ഇല്ലേ. application money ഓൾറെഡി എന്തുണ്ട്, 2 rupees തന്നിട്ടുണ്ട്. അലോട്ട്മെൻറ്റ് എത്രയാണ്, 5 ഇൻക്ലൂഡിങ് പ്രീമിയം. അപ്പോൾ ഈ 5 rupeesൽ എന്താണ്, ഷെയർ ക്യാപിറ്റലായിട്ട് എത്രയുള്ളത്, 3ഉം 2 എന്താണ്, സെക്യൂരിറ്റി പ്രീമിയമാണ്. ഓക്കെ, and on final call ₹5. Now in case Mr. Shami does not pay allotment money ആര് പേ ചെയ്തിട്ടില്ല, ഷമി പേ ചെയ്തിട്ടില്ല. ആൻഡ് ഫൈനൽ കോൾ മേഡ് ചെയ്തിട്ടില്ല. His shares were forfeited. The following entry will be passed on forfeiture. ഫോർഫീച്ചറിന് എന്ത് ചെയ്യണം, ഫോളോയിങ് എൻട്രി പാസ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഇവിടെ എന്താണ്, നോർമലി നമ്മൾ മുമ്പ് മേഡ് ചെയ്തിട്ടുള്ള സെയിം ജേണൽ എൻട്രിയാണ്. നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടി നോക്കാം. എന്താണ്, ഫേസ് വാല്യൂ എത്രയാണ്, 10. സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിലേക്ക് പോയി, എന്താണ്, ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് പോയി. അതിൽ എത്ര സെക്യൂരിറ്റി പ്രീമിയം ഉണ്ട്, 2 ഉണ്ട്. അതോടൊക്കെ പോയി സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിലേക്ക് പോയി. സെക്യൂരിറ്റി പ്രീമിയം റിസീവ് ചെയ്തിട്ടില്ല, കാരണം എന്താണ്, അലോട്ട്മെൻറ്റ് മണി എന്ത് ചെയ്തിട്ടില്ല, റിസീവ് ചെയ്തിട്ടില്ല. ഇതെവിടേക്കും കാൾസിന് അറിയേണ്ട കാര്യം പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു, ഷെയർ ഫൈനൽ കോളും അലോട്ട്മെൻറ്റും എന്താണ്, ഡ്യൂ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ടിലേക്ക് എന്ത് പോകണം, നമുക്ക് റിസീവ് ചെയ്തിട്ടുള്ള 2 rupees എവിടേക്ക് പോകണം, ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ടിലേക്ക് പോകണം. അപ്പോൾ എന്താണ്, 1000 × 2 എവിടേക്ക് പോകണം, ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ടിലേക്ക് പോകണം. ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ടിലേക്ക് എത്ര പോകണം, 1000 × അലോട്ട്മെൻറ്റ് ഓൾറെഡി ഡ്യൂ ആണ്, എത്ര പോകണം, ഇൻക്ലൂഡിങ് 5. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, 1000 അല്ല വരുന്നത്, എത്രയാണ്, അയാൾക്ക് എത്ര മാത്രമേ അലോട്ട് ചെയ്തിട്ടുള്ളൂ, 600 shares മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, അയാൾക്ക് അലോട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എത്ര വരിക, 600 × ഇവിടെ ഒരു കാര്യം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ പ്രോ റാട്ട അലോട്ട്മെൻ്റ് ആണ് നടക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് അയാൾ അപ്ലിക്കേഷനിൽ കൊടുത്ത കുറച്ച് എമൗണ്ട് എവിടേക്ക് പോയിട്ടുണ്ടാവും, അലോട്ട്മെൻറ്റിലേക്ക് മാറ്റിയിട്ടുണ്ടാവും. അപ്പോൾ അത് നമ്മൾ നല്ലോണം നോക്കണം.
ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കാം. എന്ത് ചെയ്തു, അയാൾക്ക് ഇന്ന് കിട്ടിയ എമൗണ്ട് എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 1000 ഷെയർസാണ് അയാൾക്ക് ആദ്യം അപ്ലൈ ചെയ്തത്. ഇൻറ്റു 2 ആണെന്ത്? അയാൾ ആദ്യം ആപ്ലിക്കേഷൻ മണിയായിട്ട് അയാൾ പെയ്ഡ് ചെയ്തത്. പക്ഷേ അയാൾക്ക് 600 ഷെയർസ് എന്ത് ചെയ്തിട്ടുള്ളൂ? അലോട്ട് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അലോട്ട്മെൻറ്റ് മണിയിലേക്ക് അയാൾ എത്ര രൂപ അയാൾ കോൺട്രിബ്യൂട്ട് ചെയ്തു നമ്മൾ നോക്കണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നോക്കുക എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ അയാൾ എത്രയാണ് പെയ്ഡ് ചെയ്തത്? 1000 ഇൻറ്റു 2 ആണ് അയാൾ എന്ത് ചെയ്തത്? ആപ്ലിക്കേഷൻ മണിയായിട്ട് പെയ്ഡ് ചെയ്തത്. ദാറ്റ് മീൻസ് എത്ര? 2000 റുപ്പീസ്. അയാൾ ആക്ച്വലി ആപ്ലിക്കേഷൻ മണിയായിട്ട് എത്ര പെയ്ഡ് ചെയ്താൽ മതിയായിരുന്നു? 600 ഇൻറ്റു 2. ദാറ്റ് മീൻസ് അയാൾ എത്ര ചെയ്യണം? 1200 അയാൾ എന്ത് ചെയ്താൽ മതി? പെയ്ഡ് ചെയ്താൽ മതി. ദാറ്റ് മീൻസ് ഒരു 800 റുപ്പീസ് അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്? എക്സസ് മണിയായിട്ട് പെയ്ഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഏതിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടാവും? ഏതിൽ? അലോട്ട്മെൻറ്റ് മണിയിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും? അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അയാൾ ആക്ച്വലി അലോട്ട്മെൻറ്റ് മണി അയാൾ എത്ര പെയ്ഡ് ചെയ്യണം? 600 ഇൻറ്റു 5 അയാൾ പെയ്ഡ് ചെയ്യണം. ദാറ്റ് മീൻസ് 600 ഇൻറ്റു 5 എത്രയാണ്? ദാറ്റ് മീൻസ് അയാൾ എത്ര പെയ്ഡ് ചെയ്യണം? 3000 റുപ്പീസ് അയാൾ എന്ത് ചെയ്യണം? പെയ്ഡ് ചെയ്യണം. ലെസ് എന്ത് ചെയ്തു? അഡ്ജസ്റ്റഡ് വാല്യൂ എത്രയുണ്ട്? 800. ദാറ്റ് മീൻസ് എത്ര കിട്ടും? 2200. മനസ്സിലാവുണ്ടോ? ഞാൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണത്. ഒന്നും കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കാം. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഇവിടെ ആദ്യം അയാൾ അപ്ലൈ ചെയ്ത ഷെയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1000 ഷെയറാണ് അയാൾ അപ്ലൈ ചെയ്യുന്നത്. പക്ഷേ അയാൾക്ക് എത്രയേ കൊടുക്കുന്നുള്ളൂ? 600. പക്ഷേ ഈ 1000 ഷെയർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അയാൾ 1000 ഇൻറ്റു 2, ദാറ്റ് മീൻസ് അയാൾ എത്ര പെയ്ഡ് ചെയ്തിട്ടുണ്ടാവും? 2000 അയാൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? പെയ്ഡ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ 2000 മുഴുവൻ അയാൾക്ക് അപ്ലിക്കേഷൻ മണിയായിട്ട് വേണോ? അയാൾക്ക് എത്ര ആവശ്യമുള്ളൂ? 600 ആണ് അയാൾ എന്ത് ചെയ്യുന്നത്? അയാൾക്ക് ഷെയർ അലോട്ട് ചെയ്യുന്നത്. അതിൻ്റെ മുകളിൽ അപ്ലിക്കേഷൻ മണി എന്ന് പറഞ്ഞാൽ എത്ര ഉള്ളൂ? 1200 ഉള്ളൂ. ദാറ്റ് മീൻസ് അയാൾ എക്സസ് ആയിട്ട് ₹800 എന്തിനെന്നെ പെയ്ഡ് ചെയ്തിട്ടുണ്ട്? അപ്ലിക്കേഷൻ മണിയിൽ പെയ്ഡ് ചെയ്തിട്ടുണ്ട്. ഇതേറ്റ് എന്തേറ്റ് അഡ്ജസ്റ്റ് ചെയ്യും? അലോട്ട്മെൻ്റ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ ഫോർഫീച്ചഡ് അക്കൗണ്ടിൽ അയാൾ ഇന്ന് റിസീവ് ചെയ്തത്, അപ്പോൾ ഇതിലൊന്നും ചേഞ്ചസ് ഇല്ല. ഷെയർ ക്യാപിറ്റൽ എത്രയാണ്? 600 ഇൻറ്റു 10 എത്ര? 6000. സെക്യൂരിറ്റി പ്രീമിയം എത്ര? 600 ഇൻറ്റു 2 എത്ര ഉണ്ടാവും? 1200. 600 ഷെയർസാണ്. ഇനി ഷെയർ ഫോർഫീച്ചഡ് അക്കൗണ്ട് എന്ന് പറയുകയാണെങ്കിൽ എത്രയാണ്? അയാൾ എത്രയാണ് പെയ്ഡ് ചെയ്തത്? 1000 ഷെയർസിന് 2 റുപ്പീസ് അയാൾ പെയ്ഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അയാൾക്ക് എന്ത് കിട്ടി? 2000 കിട്ടി. ഇനി ഷെയർ അലോട്ട്മെൻറ്റ് മണി എങ്ങനെ കാണും? നോർമലി അയാൾക്ക് അലോട്ട്മെൻറ്റ് മണി എത്രയാണ് വേണ്ടത്? അലോട്ട്മെൻറ്റ് മണി എത്ര ഉണ്ടാവുക? 600 ഇൻറ്റു 50 ആണ് അലോട്ട്മെൻറ്റ്. ഇതാണ് വരേണ്ടത്. ഓക്കെ, പക്ഷേ ഇതിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യണം? അയാൾ മുമ്പ് എക്സ്ട്രാ പെയ്ഡ് ചെയ്തിട്ടുണ്ട്. എത്ര ഷെയറിന് മുകളിൽ? 400 ഷെയർസിൻ്റെ മുകളിൽ. 60 ആണ് അയാൾക്ക് അലോട്ട് ചെയ്ത്. 4 ഇൻറ്റു 2 അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്? എക്സ്ട്രാ പെയ്ഡ് ചെയ്തിട്ടുണ്ട്. അതാണെന്ത്? 2200. ഇതയാൾ എന്താണ്? അപ്ലിക്കേഷൻ്റെ ടൈമിൽ എക്സസ് പേയ്മെൻറ്റ് നടത്തിയ അത് എന്തിനോട് കൂടെ അഡ്ജസ്റ്റ് ചെയ്യും? അലോട്ട്മെൻറ്റിനോട് കൂടെ അഡ്ജസ്റ്റ് ചെയ്യും. ഓക്കെ, ദാറ്റ് മീൻസ് അയാൾ അലോട്ട്മെൻറ്റ് മണി എത്ര പെയ്ഡ് ചെയ്യാനുള്ളൂ? 2200 പെയ്ഡ് ചെയ്യാനുള്ളൂ. ദെൻ ഫൈനൽ കോളും ഡ്യൂ ആണ് 3000. എന്താണ്? 600 ഇൻറ്റു 5 വരുള്ളൂ. ഓക്കെ, അതിൻ്റെ കമ്പ്യൂട്ടേഷൻ ആയിരിക്കും ചിലപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ടാവുക. എന്താണ്? 2000 റിസീവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എമൗണ്ട് ആക്ച്വലി ആവശ്യം എത്ര ഉള്ളൂ? 1200 ഉള്ളൂ. അപ്പോൾ എന്താണ്? അയാൾക്ക് എക്സസ് മണി എത്ര ഉണ്ട്? 800 ഉണ്ട്. ദെൻ ആക്ച്വലി എമൗണ്ട് ഡ്യൂ ഓൺ ഇൻസ്റ്റാൾമെൻറ്റ് എത്രയാണ്? എമൗണ്ട് ഡ്യൂ ഓൺ അലോട്ട്മെൻറ്റ് എത്രയാണ്? 3000 ആണ്. ഓക്കെ, അതിലെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? അയാൾ 800 റുപ്പീസ് എന്തുണ്ട്? പെയ്ഡ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് എന്താണ്? ഫോർ സെക്യൂരിറ്റി പ്രീമിയം 600 ഇൻറ്റു 2. അത് 600 ഇൻറ്റു 2 സെക്യൂരിറ്റി പ്രീമിയം ആക്കിയിട്ട് എന്താണ് അതിലെന്ത് ചെയ്തു? ഇതിലുള്ള ഒരു എന്താണ് ബൈഫിക്കേഷനാണ് ഇതിലുള്ളത്. ഓരോന്നിൻ്റെയും എത്രയാണ് എമൗണ്ട് അവിടെ ജസ്റ്റ് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എത്ര? 1200 1800 എന്താണ്? എമൗണ്ട് നോട്ട് റിസീവ്ഡ് ഓൺ അലോട്ട്മെൻറ്റ്. എന്നാൽ 3000 800 റുപ്പീസ് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ദാറ്റ് മീൻസ് 2200 എന്താണ്? 2200 എത്രയാണ്? എന്താണ് സംഭവിച്ചിരിക്കുന്നത്? 2200 ആണ് അയാളുടെ നിന്ന് അലോട്ട്മെൻറ്റ് മണിയായിട്ട് എന്തുള്ളൂ? കിട്ടാനുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ?
ഓക്കെ, ഈ ഒരു ബൈഫിക്കേഷനും നിങ്ങൾ എന്ത് ചെയ്യേണ്ട, എഴുതേണ്ട ആവശ്യമില്ല കേട്ടോ. ഓക്കെ, ഇത് ആ പ്രൊപ്പോർഷനലി ഡിവൈഡ് ചെയ്തതാണ്, നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താണ് ഇവിടെ ചെയ്തത്. ആ ഒരു എത്ര രൂപ എക്സ്ട്രാ കിട്ടിയിട്ടുണ്ടായിരുന്നു? 400 ഷെയർസിൻ്റെ മുകളിൽ 2 rupees. ദാറ്റ് മീൻസ് എത്രയാണ്? 800 rupees അവർക്ക് എക്സ്ട്രാ കിട്ടി. അത് എന്തിൻ്റെ കൂടെയാണ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളത്? അലോട്ട്മെൻറ്റിനോട് കൂടെയാണ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അലോട്ട്മെൻറ്റിൻ്റെ കൂടെ കിട്ടാത്ത എമൗണ്ടാണ് അലോട്ട്മെൻറ്റ് ഡ്യൂവിൽ നമ്മൾ ഇടുന്നത്. അപ്പോൾ ഓൾറെഡി അതെന്താണ്, റിസീവ് ചെയ്തതാണ്. അത് എവിടെ വരും? അലോട്ട്മെൻറ്റ് മണിയിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ലെസ് ചെയ്യേണ്ടി വരും. പക്ഷേ നമ്മൾ എവിടെ ആഡ് ചെയ്തിട്ടുണ്ട്? ആ എമൗണ്ട് എവിടെ ആഡ് ചെയ്തിട്ടുണ്ട്? ഇവിടെ നമ്മൾ 600 അല്ലല്ലോ എടുത്തുള്ളത്, 1000 അല്ലേ എടുത്തിട്ടുള്ളത്. നമ്മൾ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്, ഷെയർ ഫോർഫീറ്റിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ നമ്മൾ അടുത്ത ഏരിയയിലേക്ക് അതിന് മുമ്പ് എന്താണ് ഫോർഫീച്ചർ ഓഫ് ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ്. എന്താണ് ഫോർഫീച്ചർ ഓഫ് ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ് എന്ന് പറഞ്ഞാൽ കാളും എല്ലാം പെയ്ഡ് ചെയ്തിട്ടുണ്ടെങ്കിലും കമ്പനിക്ക് അവരുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷന് പെർമിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, കമ്പനിയുടെ റൂൾസും റെഗുലേഷൻസൊക്കെ പെർമിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസും എന്ത് ചെയ്യാൻ പറ്റും? ഫോർഫീറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് പറയണത്. ഓക്കെ ആണല്ലോ. ഫുള്ളി ഷെയർസും ഫോർഫീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം എന്താണ്? പെയ്ഡ് അപ്പ് ആണ്. എന്താണ്? ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ലെറ്റർ ടു ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട്. ഒറ്റ ജേണൽ എൻട്രി ആയിരിക്കും ഉണ്ടാവുന്നുണ്ടാവാം. ഓക്കെ, നോർമൽ കേസിൽ വരാറില്ല, എന്താണ് ജസ്റ്റ് പറഞ്ഞു പോയി എന്ന് മാത്രം. അതുകൊണ്ട് ജേണൽ എൻട്രീസ് ഒന്നും എന്തില്ല, ഡിസ്കസ് ചെയ്യുന്നില്ല. അടുത്തത് എന്താണെന്ന് വെച്ചാൽ റീ ഇഷ്യൂ ഓഫ് ഫോർഫീറ്റഡ് ഷെയർസ്. അപ്പോൾ എന്താണ്, മുമ്പ് നമ്മൾ ഇഷ്യൂ ചെയ്ത ഷെയർ എന്താണ്, ഫോർഫീറ്റ് ചെയ്തു. ആ ഫോർഫീറ്റ് ചെയ്ത ഷെയർ എന്ത് ചെയ്യാണ്? വീണ്ടും റീ ഇഷ്യൂ നടത്തുകയാണ്. വീണ്ടും എന്താണ്? റീ ഇഷ്യൂ നടത്തുകയാണ്. റീ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കുക, അവിടെ നമ്മൾ എന്ത് ചെയ്തു? ഷെയർ കാൾ അക്കൗണ്ട്, ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ടൊക്കെ ഉണ്ട്. ഈ അലോട്ട്മെൻറ്റ് അക്കൗണ്ടൊക്കെ എഴുതുന്നതോട് കൂടി എന്ത് ചെയ്തു? മുമ്പ് ഉണ്ടായിരുന്ന നമ്മൾ ഡ്യൂ ആക്കിയിരുന്ന അക്കൗണ്ടുകളെ ക്യാൻസൽ ചെയ്യാണ്. ഇവിടെ ഫോർഫീറ്റ് ചെയ്യുന്ന സമയത്ത് ഒരേ ഒരു അക്കൗണ്ട് മാത്രമേ എന്ത് ചെയ്യണുള്ളൂ? പുതുതായിട്ട് ഉണ്ടാവുന്നുള്ളൂ. ആ അക്കൗണ്ടിൻ്റെ പേരാണ് എന്ത്? ഷെയർ ഫോർഫീറ്റ് അക്കൗണ്ട്. ഈ ഫോർഫീറ്റ് അക്കൗണ്ട് മാത്രമേ ഏതിൽ വരുള്ളൂ? അതിൻ്റെ ക്യാൻസലേഷൻ എവിടെ വരുള്ളൂ? റീ ഇഷ്യൂ ഓഫ് ഫോർഫീറ്റഡ് ഷെയറിൽ വരുള്ളൂ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ജേണൽ എൻട്രി നമുക്ക് നോക്കാം. എന്താണ് അതിൻ്റെ ജേണൽ എൻട്രി? നമ്മൾ എന്ത് ചെയ്തു? ആ ഷെയറിന് നമ്മൾ എന്തായിരിക്കും? ഫോർഫീറ്റ് ചെയ്തതിനെ റീ ഇഷ്യൂ ചെയ്യാൻ മീൻസ് നമുക്ക് എന്ത് ചെയ്യും? ക്യാഷ് കിട്ടും ഇല്ലേ? അപ്പോൾ നമുക്ക് ക്യാഷ് കിട്ടുമ്പോൾ എന്ത് ചെയ്യും? ബാങ്ക് അക്കൗണ്ടിന് നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. അപ്പോൾ എന്താണ്? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ എന്നാണ് നമ്മൾ എന്ത് ചെയ്യുക? ജേണൽ എൻട്രി കൊടുക്കുക. പക്ഷേ നമുക്ക് ആ റീ ഇഷ്യൂവിൽ നമുക്ക് എന്തെങ്കിലും ലോസസ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ ഏത് അക്കൗണ്ടിലേക്ക് മാറ്റും? ഫോർഫീറ്റഡ് അക്കൗണ്ടിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? മാറ്റും. നിങ്ങൾക്ക് ഈ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? മനസ്സിലാവും. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ, ഫോർഫീറ്റഡ് ഷെയർസ് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ, ഫോർഫീറ്റഡ് ഷെയർസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ, ഫോർഫീറ്റഡ് ഷെയർസ് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? 10 ഇഷ്യൂ ചെയ്ത ഷെയർ, അതിൽ നമുക്ക് എന്ത് ചെയ്തിട്ട് 6 rupees കിട്ടിയിട്ടുണ്ടായിരുന്നു. 6 rupees കിട്ടിയിട്ടുണ്ടായിരുന്നു. മറ്റൊരാൾ 6 rupees പെയ്ഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ എന്ത് ചെയ്തു? അത് നമ്മൾ ഫോർഫീറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു? ഇപ്പോൾ ഫോർഫീറ്റഡ് അക്കൗണ്ടിൽ എത്ര ഉണ്ടാവുക? ₹6 ആണ് ഉണ്ടാവുക. ഫോർഫീറ്റഡ് അക്കൗണ്ടിൽ ₹6 ആണ് ഉണ്ടാവുക. ഓക്കെ ആണല്ലോ? മനസ്സിലാവുണ്ടോ? ഫോർഫീറ്റഡ് അക്കൗണ്ടിൽ എത്ര ഉണ്ടാവുക? 6 ആണ് ഉണ്ടാവുക. ഇനി നമ്മളെന്ത് ചെയ്യാണ്? ഇതിനെ നമ്മളെന്ത് ചെയ്യാണ്? എത്ര രൂപയ്ക്ക് സെയിൽ ചെയ്യണം? 5 rupeesന് നമ്മളെന്ത് ചെയ്യണം? സെയിൽ ചെയ്യണം. 5 rupeesന് സെയിൽ ചെയ്യുന്ന സമയത്ത് ഓക്കെ 5 rupeesന് നമ്മളെന്ത് ചെയ്യണം? സെയിൽ ചെയ്യണം വിചാരിച്ചു. 5 rupees സെയിൽ ചെയ്യുന്ന സമയത്ത് ബാങ്ക് അക്കൗണ്ടിൽ എത്ര വരും? 5 rupees വരും. ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എന്താ വരിക? ടോട്ടൽ 10 ആണ് വരിക. ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എത്രയാണ്? ടോട്ടൽ 10 ആണ് വരിക. അപ്പോൾ നമുക്ക് എത്ര ലോസ് വന്നിട്ടുണ്ട്? 4 ലോസ് വന്നിട്ടുണ്ട്. അപ്പോൾ 4 നമ്മൾ ഇവിടെ എഴുതും? ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ടിൽ എഴുതും. അപ്പോൾ ഓൾറെഡി ഫോർഫീറ്റഡ് അക്കൗണ്ട് ഞാൻ എത്ര ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്? 6 ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫോർഫീറ്റഡ് അക്കൗണ്ട് ഞാൻ എത്ര ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്? 4 ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫോർഫീറ്റഡ് അക്കൗണ്ടിൽ എന്തുണ്ട്? ഒരു എമൗണ്ട് ബാലൻസ് ഉണ്ട്. അതിനെ എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യും? ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. എത്ര എമൗണ്ടാണ്? 2 ക്യാപിറ്റൽ റിസർവിലേക്ക് എന്ത് ചെയ്യും? ട്രാൻസ്ഫർ ചെയ്യും. ഇനി നിങ്ങൾ
ഒരു കാര്യം മനസ്സിലാക്കട്ടോ, ഇവിടെ 5 ആണ്. എത്ര വരിക? 5 ആണ് വരിക. അപ്പോൾ എന്താ പറയുക? 5 ആണ് വരിക. ഇവിടെ എന്തുണ്ടാവും? 1 ആയിരിക്കും ഉണ്ടാവുക. 1 ആയിരിക്കും ഉണ്ടാവുക. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാൻ 4 റുപ്പീസിനാണ് സെയിൽ നടത്തിയത് വിചാരിക്കുക. 4 റുപ്പീസിനാണ് ഞാൻ എന്ത് ചെയ്തത്? സെയിൽ നടത്തിയത്. അപ്പോൾ ബാങ്കിൽ എത്ര വരിക? 4 വരും. 6 റുപ്പീസ് എനിക്ക് നഷ്ടമുണ്ട്. ഷെയർ ക്യാപിറ്റൽ തന്നെയാണ്. അപ്പോൾ ഞാൻ എന്താണ്, ആദ്യം എനിക്ക് എത്ര ക്രെഡിറ്റ് ഉള്ളത്? 6 ഉണ്ട് ഫോർഫീറ്റഡ് അക്കൗണ്ടിൽ. വീണ്ടും എത്ര ഡെബിറ്റ് വന്നു? 6 വന്നു. വീണ്ടും ഞാൻ എന്താണ് ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലും മാറ്റേണ്ട ആവശ്യമില്ല. ഇനി ഞാൻ 3 റുപ്പീസിന് സെയിൽ ചെയ്തു എന്ന് വിചാരിക്കാം. എത്ര രൂപയ്ക്ക് സെയിൽ നടത്തി? 3 റുപ്പീസിന് സെയിൽ നടത്തി. അപ്പോൾ നിങ്ങളൊരു കാര്യം വിചാരിക്കുക, ഇവിടെ എന്തോരും? 3 റുപ്പീസ് വരും. പക്ഷേ ഇവിടെ എന്തോരും? 7 വരും. ഈ ഒരു ലോസ് എന്തിനേക്കാളും പോയി? ഫോർഫീറ്റഡ് അക്കൗണ്ടിനേക്കാളും പോയി. ആദ്യം ഉണ്ടായിരുന്ന ഫോർഫീറ്റ് ചെയ്തപ്പോഴത്തെ ഫോർഫീറ്റഡ് അക്കൗണ്ടിനേക്കാളും എന്ത് പോയി? ലോസ് പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് ഒരിക്കലും ഫോർഫീറ്റ് ചെയ്ത ഷെയർ എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? റീ ഇഷ്യൂ നടത്താൻ പറ്റില്ല. ആ നമ്മുടെ ഫോർഫീറ്റഡ് അക്കൗണ്ടിനേക്കാളും ലോസിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ആ ഒരു ഷെയർ റീ ഇഷ്യൂ നടത്താൻ പറ്റില്ല. ഓക്കെ ആണല്ലോ? ഈ ഒരു സംഗതി ഓക്കെ ആണല്ലോ? ബാങ്ക് അക്കൗണ്ട് ലെറ്റർ, ഫോർഫീറ്റഡ് അക്കൗണ്ട് ലെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ. ഓക്കെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു? ഇവിടെ നമുക്ക് അതിൽ എന്ത് കിട്ടിയിട്ടുണ്ട്? 6 റുപ്പീസ് കിട്ടിയിട്ടുണ്ട്. ബാലൻസ് നമ്മൾ 4 റുപ്പീസിന് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലാഭമില്ല, നഷ്ടമില്ല. എന്തായിരിക്കും? ബാങ്ക് അക്കൗണ്ട് ലെറ്റർ, ഫോർഫീറ്റഡ് അക്കൗണ്ട് ലെറ്റർ 6 ടു ഷെയർ ക്യാപിറ്റൽ. ലാഭം നഷ്ടമൊന്നുമില്ല, അവിടെ തീരും. നേരെ മറിച്ച് നമ്മൾ ഇതിനെ 5 റുപ്പീസിനാണ് വിൽക്കുന്നുണ്ടെങ്കിൽ, 5 റുപ്പീസിനാണ് നമ്മൾ വിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് 1 റുപ്പീസ് എന്നുണ്ട് ലാഭം കിട്ടുന്നുണ്ട്. കാരണം എന്താണ്? 6 ഓൾറെഡി അവൻ പേ ചെയ്തിട്ടുണ്ട്. 10 റുപ്പീസിൻ്റെ ഷെയർ 6 ഓൾറെഡി ഇവൻ പേ ചെയ്തിട്ടുണ്ട്. ഇവൻ എത്ര പേ ചെയ്യുന്നുണ്ട്? 5 റുപ്പീസ് പേ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? 1 റുപ്പീസ് ലാഭം കിട്ടുന്നുണ്ട്. അതോടേക്ക് മാറ്റുന്നുണ്ട്, ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിലേക്ക് മാറ്റും. ഓക്കെ ആണല്ലോ? ഈ ജേണൽ എൻട്രീസ് നിങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കുക. ഒരു പോയിന്റ് ടു ബി കൺസിഡേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പോയിന്റ് ഫോർ കൺസിഡറേഷൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് റീഡ് ചെയ്ത് നോക്കാം. ഓക്കെ ആണല്ലോ? ഇതിൽ ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ദെൻ കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ഓൺ റീ ഇഷ്യൂ ഓഫ് ഫോർഫീച്ചർ ഷെയർസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാൽക്കുലേഷനാണ് നമ്മൾ എന്ത് ചെയ്തത്? നേരത്തെ അവിടെ കാണിച്ചിട്ടുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം? ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇത് പഠിക്കാം. ഓക്കെ ആണല്ലോ? 14th ഇല്ലുസ്ട്രേഷൻ എന്താ പറയണത്? ഒന്ന് റീഡ് ചെയ്ത് നോക്കാം. Mr. Log, who was the holder of 2,000 preference shares of 100 each, on which 50 per share has been called up. അതിൽ 50 ഷെയർ എന്ത് ചെയ്തു? called up. Could not pay his due on allotment and first call each at ₹25 per share. 25 അയാൾക്ക് എന്ത് ചെയ്തു? കൊടുക്കാൻ പറ്റില്ല. എന്തിൻ്റെ മുകളിൽ? ഫസ്റ്റ് കോൾ ആൻഡ് അലോട്ട്മെൻറ്റ്. ദ ഡയറക്ടർ ഫോർഫീറ്റ് ദ എബോ ഷെയർ ആൻഡ് റീ ഇഷ്യൂഡ് 1,500 ഓഫ് സച്ച് ഷെയർസ് ടു മിസ്റ്റർ ഷോർട്ട് അറ്റ് 65 per share, പെയ്ഡ് അപ്പ് ആസ് 25 per share. എത്ര ആയിട്ടാണ് കൊടുക്കുന്നത്? 65 per share ആയിട്ടാണ് കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ 10 റുപ്പീസ് കുറച്ചിട്ടാണ് കൊടുക്കുന്നത്. എന്താണ് 65 അല്ല, അതിൻ്റെ പെയ്ഡ് അപ്പ് വാല്യൂ എത്രയാണ്? 65 ആണ്. അത് എത്ര രൂപക്കാണ് കൊടുക്കുന്നത്? പെയ്ഡ് അപ്പ് വാല്യൂ എത്രയാണ്? 75 ആണ്. എത്ര രൂപക്കാണ് കൊടുക്കുന്നത്? 65 റുപ്പീസിനാണ് കൊടുക്കുന്നത്. ഗിവ് ജേണൽ എൻട്രീസ് ടു റെക്കോർഡ് എബോ ഫോർഫീറ്റ് ആൻഡ് റീ ഇഷ്യൂ. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? നമുക്ക് ആദ്യം ഫോർഫീറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ ഉണ്ടാവുക നമുക്ക് നോക്കാം. നമുക്കൊരു പുതിയ പേജ് തുടങ്ങിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അതിൽ നോക്കാം. ഫോർഫീറ്റ് ചെയ്യണം നമ്മൾ. ഫോർഫീറ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യം ഇവിടെയുള്ള സിനാരിയോ നമ്മൾ മനസ്സിലാക്കണം. എന്താണ്? 2,000 ഷെയർസാണ് നമ്മുടെ കയ്യിലുള്ളത്. എത്ര ഷെയർസാണ്? 2,000 ഷെയർസാണ് കയ്യിലുള്ളത്. 2,000 ഷെയർസ്. ഈ ഷെയറിന് എമൗണ്ടുകൾ എങ്ങനെയാണ് പേയ്മെൻറ്റ് കൊടുക്കേണ്ടത് നമ്മൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. എന്നുവെച്ചാൽ നമ്മോട് പറയണം എന്താണ്? നമ്മോട് ഇത്രേ പറയുന്നുള്ളൂ, 75 ആണെന്ത് ടോട്ടൽ ടോട്ടലായിട്ട് കാൾ ചെയ്ത വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 75 ആണ്. അപ്പോൾ ടോട്ടൽ കാളം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 75 ആണ്. ഇതിൽ എന്താണ്? അപ്ലിക്കേഷൻ ഉണ്ട്, അലോട്ട്മെൻ്റ് ഉണ്ട്, ദെൻ ഫസ്റ്റ് കോൾ ഉണ്ട്. ഈ അലോട്ട്മെൻറ്റും ഫസ്റ്റ് കോൾ എത്രയാണ്? 25 ആണ്. അപ്പോൾ എന്തായിരിക്കും? അപ്ലിക്കേഷൻ എന്തായിരിക്കും? 25 ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ.
ടോട്ടൽ 75,000 ആണ്. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്തത്, ആപ്ലിക്കേഷൻ മണി 25, അലോട്ട്മെൻറ്റ് 25 ആൻഡ് ഫസ്റ്റ് കോൾ 25. ഇത്രയാണ് എന്ത് ചെയ്തത് കാൾ ചെയ്തിട്ടുള്ളത്. ഇതിലെന്ത് ചെയ്തു, ഇവൻക്ക് എന്ത് പെയ്ഡ് ചെയ്യാൻ പറ്റില്ല, അലോട്ട്മെൻറ്റ് ആൻഡ് ഫസ്റ്റ് കോൾ എന്ത് ചെയ്യാൻ പറ്റില്ല, പെയ്ഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് എത്ര ഉണ്ടാവുക, ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ടിലേക്ക് എത്ര മാറ്റുക, ഓൾറെഡി പെയ്ഡ് ചെയ്ത വാല്യൂ മാത്രമേ ഇവിടേക്ക് മാറ്റാൻ പറ്റുള്ളൂ, ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ടിലേക്ക് മാറ്റാൻ പറ്റുള്ളൂ. ഓക്കെ, ഇതൊക്കെ എന്താണ്, ഇത് രണ്ടും എന്താണ്, ഡ്യൂ ആക്കിയതാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ജേർണൽ എൻട്രി, ഫോർഫീറ്റ് ചെയ്യുന്ന സമയത്തുള്ള ജേർണൽ എൻട്രി നമുക്ക് എഴുതാൻ പറ്റും. എങ്ങനെ എഴുതാം, എന്ത് ഷെയറാണ്, ഇക്വിറ്റി ഷെയർ അല്ലല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഷെയറിൻ്റെ പേര് തന്നെ എഴുതണം. എന്താണ്, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എങ്ങനെയാണ് നമ്മൾ എമൗണ്ട് എഴുതുക, അത് നമ്മൾ നോക്കണം. ടോട്ടൽ എത്ര ഷെയർസ് ആണുള്ളത്, 2000 ഷെയർസ് ആണ്. അതിൽ എത്രയാണ് കാൾ ചെയ്ത് എത്രയാണ്, 75 ആണ്. അപ്പോൾ എന്ത് വരും, 2000 × 75. 2000 × 75 എത്രയാണ്, 2000 × 75 എത്രയുണ്ട്, 1,50,000. 1,50,000 ടു ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട്. ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ടിൽ എത്രയാണ്, 2000 × 25 ആണ് അല്ലേ, 2000 × 25. 25 മാത്രമല്ല അയാൾ പെയ്ഡ് ചെയ്തിട്ടുള്ളൂ. ദാറ്റ് മീൻസ് എത്ര ഉണ്ടാവും, 50,000 എന്നുണ്ടാവും. ടു എന്തൊക്കെ ഡ്യൂ ആക്കിയിട്ടുണ്ട്, ഷെയർ അലോട്ട്മെൻറ്റ്, ഇതിനെന്താണ്, ടു ഷെയർ ഫസ്റ്റ് കാൾ. അത് എന്തുണ്ടാവും, ഒക്കെ എന്താണ്, 2000 25,000 അല്ലേ, എന്താണ് ഇങ്ങനെ മാറണത്, മിസ്റ്റേക്ക് വരുന്നുണ്ടല്ലോ. 2000 ഓക്കെ, എന്താണ് 2000 × 25. ദാറ്റ് മീൻസ് അതൊന്നുണ്ടാവും 50,000 എന്നുണ്ടാവും. ദെൻ ഇതെന്താണ് 2000 × 25 ആണ്, അതൊന്നുണ്ടാവും 50,000 എന്നുണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഡ്യൂ ആയിട്ടുള്ള എൻട്രീസൊക്കെ എന്ത് ചെയ്തു, ക്യാൻസലായി പോയി. ഫോർഫീറ്റഡ് അക്കൗണ്ടിൽ ഇപ്പോൾ എത്രയുള്ളത്, 50,000 ആണുള്ളത്. ഈ 50,000 എങ്ങനെയാണ്, 2000 ഷെയർസിന് @25. ഇതാണ് എന്ത് ഫോർഫീറ്റഡ് അക്കൗണ്ടിലുള്ളത് അല്ലേ. ഇനി നമ്മളോട് എന്താ പറയണത്, ഫർദറായിട്ട് എന്താ പറയണത്, ഇത് നമുക്ക് അറിയാവുന്ന ജേർണൽ എൻട്രിയാണ്. ഇനി ഫർദറായിട്ട് എന്താ പറയണത്, ഡയറക്ടർ ഫോർഫീറ്റ് ദ എബോവ് ഷെയർസ് ആൻഡ് റീ ഇഷ്യൂഡ് 1,500 ഷെയർസ് ടു മിസ്റ്റർ ഷോർട്ട് at 65 per share. 65 per share. കാളുടെ അപ്പോൾ എത്രയാണ്, 75 per share. 75 per share ഉള്ള എന്ത് ചെയ്തു, 65 per ഷെയറിന് എന്ത് ചെയ്തു, അവരെന്ത് ചെയ്തു, വിളിച്ചു എന്നാണ് പറയണത്. ഓക്കെ, അവരെന്ത് ചെയ്തു, 75 ആണ് കാളുടെ. അപ്പോൾ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇത്രയാണ് എന്ത് ഫോർഫീറ്റഡ് അക്കൗണ്ടുള്ളത്. ദാറ്റ് മീൻസ് എത്രയാണ്, 50,000 എവിടെ ഉണ്ട്, ഫോർഫീറ്റഡ് അക്കൗണ്ടുണ്ട്. അതെത്രയാണ്, എത്ര ഷെയർസിനാണ്, 2,000 ഷെയർസിനാണ്. അപ്പോൾ 1,500 ഷെയർസിന് × 25 എത്ര ഉണ്ടാവും, 1,500 × 25. അത് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, സെയിൽ ചെയ്യുന്നുള്ളൂ. എന്ന് വെച്ചാൽ 37,500 മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ഈ ലോസിൻ്റെ അപ്പുറത്തേക്കൊരു ലോസിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇനി സെയിൽ ചെയ്യാൻ പറ്റില്ല. ഇത് വെച്ചിട്ടാണ് നമ്മൾ പ്രോഫിറ്റും ലോസും എന്ത് ചെയ്യുക, അസർട്ടൈൻ ചെയ്യാം. ഇനി ഇവിടെ നമുക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എങ്ങനെ നമുക്ക് അസർട്ടൈൻ ചെയ്യാൻ പറ്റും. ഇവിടെ വരുന്ന ലോസ് എത്രയാണ്, നമുക്ക് എത്രയാണ് കാൾഡ് അപ്പ് വാല്യൂ എത്രയാണ്, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ നമുക്ക് കൊടുത്തിട്ടുള്ള പെയ്ഡ് അപ്പ് വാല്യൂ എന്ന് പറയുന്നത് ഷെയറിൻ്റെ ഇപ്പോഴത്തെ വാല്യൂ എത്രയാണ്, പെയ്ഡ് അപ്പ് വാല്യൂ എത്രയാണ്, അവിടെ കൊടുത്തിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. പെയ്ഡ് അപ്പ് വാല്യൂ എത്രയാണ്, ഷെയറിന് ഇപ്പോഴുള്ള പെയ്ഡ് അപ്പ് വാല്യൂ എത്രയാണ്, 75 ആണ്. അത് എത്ര രൂപക്കാണ് സെയിൽ എടുത്തുന്നത്, 65-നാണ്. അപ്പോൾ കമ്പനി പെയ്ഡ് അപ്പ് വാല്യൂ എത്രയാണ്, അപ്പോൾ അതിന് നിങ്ങൾക്ക് ലോസ് എത്രയെന്ന് മനസ്സിലാവും. പെയ്ഡ് അപ്പ് വാല്യൂ എത്രയാണ്, 75 ആണ്. ലെസ് സെയിൽ വാല്യൂ എത്രയാണ്, 65. അപ്പോൾ നമുക്ക് 65 അതിന് നമുക്ക് എന്ത് കിട്ടും, ലോസ് കിട്ടും. ലോസ് എത്രയാണ്, ₹10. അപ്പോൾ ലോസ് എത്രയാണ്, 1,500 × 10 എന്ന് വെച്ചാൽ 15,000 ആണെന്ന് ലോസ്. അപ്പോൾ
നമ്മുടെ അടുത്ത് ഫോർഫീറ്റഡ് അക്കൗണ്ടിൽ എത്രയുള്ളത് 37,500 ആണുള്ളത്. അതിൽ നിന്ന് 15,000 ആണെന്ത് ലോസ് വന്നിട്ടുള്ളത്. 15,000 ആണെന്ത് ലോസ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇനി നമ്മൾ ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റേണ്ട എമൗണ്ട് എത്രയായിരിക്കും? 37,000 ആണ് ഓൾറെഡി ഉള്ളത്. അതിന് എന്ത് ചെയ്ത് 37,500 ആണ് ഓൾറെഡി നമ്മുടെ അടുത്തുള്ളത്. ഇത് നമ്മൾ എടുക്കാൻ പറ്റില്ല. ബാക്കി 500 ഷെയർസിൻ്റെ എടുക്കാൻ പറ്റില്ല. അത് പിന്നെ റീഇഷ്യൂ നടത്തുന്ന സമയത്തായിരിക്കും അതിൻ്റെ എഫക്റ്റ് വരുന്നുണ്ടാവാം. 37,500 ഷെയർസാണ് നമ്മുടെ കയ്യിലുള്ളത്. അതിലെന്ത് ചെയ്തു? 15,000 നമുക്ക് ലോസ് വന്നു. നമുക്ക് ടോട്ടൽ എത്ര ഉണ്ടാവും? 22,500 റുപ്പീസ് എവിടേക്ക് മാറ്റും? ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റും. ഇനി ഇങ്ങനെ എഴുതണമെന്നില്ല. നമ്മൾ ജേണൽ എൻട്രി എഴുതിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ജേണൽ എൻട്രി എന്താണ്? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ, പിന്നെന്താണ്? ഷെയർ ഫോർഫീറ്റർ അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ. ബാങ്ക് അക്കൗണ്ടിൽ നമുക്ക് കിട്ടിയ എമൗണ്ട് വരും. ബാങ്ക് അക്കൗണ്ടിൽ നമുക്ക് കിട്ടിയ എത്രയാണ്? 1,500 ഷെയർസിൻ്റെ മുകളിൽ നമുക്ക് എത്ര കിട്ടി? എത്ര രൂപയ്ക്കായിരുന്നു സെയിൽ ചെയ്ത്? എത്ര? 65 65 എന്നുവെച്ചാൽ 1,500 ഇൻറ്റു 65 എത്രയാണ്? 97,500 ഇവിടെ വരും, ക്യാഷ് അക്കൗണ്ട് വരും. ദെൻ ഷെയർ ക്യാപിറ്റൽ എന്താ വരിക? 1,500 ഇൻറ്റു അതിൻ്റെ പെയ്ഡപ്പ് വാല്യൂ എത്രയാണ്? 75 ആണ്. ദാറ്റ് മീൻസ് എത്ര വരും? 1,500 ഇൻറ്റു 75 എത്ര വരും? 1,12,500 എന്ന് വരും. 1,12,500. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ബാലൻസ് ഫിഗർ ആയിരിക്കും എന്ത് ചെയ്യുക? നമുക്ക് ലോസ് ആയിട്ട് വരിക. എത്ര ഉണ്ടാവും? 15,000. നമ്മൾ ഓൾറെഡി കമ്പ്യൂട്ട് ചെയ്താണ്. എന്തുണ്ടാവും? 15,000 ഉണ്ടാവും. ഇനി നമ്മൾ എന്ത് ചെയ്യണം? 15,000 കമ്പയർ ചെയ്യണം. എന്തുമായിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്? ഒരിക്കലും 50,000 ആയിട്ടല്ല. നമ്മൾ എന്തായിട്ട് കമ്പയർ ചെയ്യണം? 37,500 ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കമ്പയർ ചെയ്യണം. 37,500 ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കമ്പയർ ചെയ്യണം. അത് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റ് ആണോ ലോസ് ആണോ, അല്ലെങ്കിൽ എത്ര നമ്മൾ ഇവിടെ നമുക്ക് എന്താണ് ലോസ്? നമുക്ക് എത്ര ഉണ്ട്? 15,000. നമുക്ക് എന്തുമേറ്റില്ല 1,500 ഷെയർസിൻ്റെ മുകളിൽ എത്ര ലോസ് ഉണ്ടെന്ന്. അപ്പോൾ 1,500 ഷെയർസിൻ്റെ മുകളിൽ നമുക്ക് പെയ്ഡപ്പ് ഷെയർ ക്യാപിറ്റലായിട്ട് നമ്മളുടെ ഫോർഫീറ്റഡ് അക്കൗണ്ടിൽ നമുക്ക് എത്ര ഉണ്ട്? 37,500. അതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? 15,000 മൈനസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എവിടേക്ക് മാറ്റേണ്ട എമൗണ്ട് കിട്ടും? ക്യാപിറ്റൽ റിസർവിലേക്ക്. അപ്പോൾ ഫോർഫീറ്റർ ഫോർഫീറ്റഡ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ റിസർവ് എങ്ങനെ നമ്മൾ കണ്ടെത്തും? 37,500 മൈനസ് 15,000. ഈ 37,500 എങ്ങനെ കിട്ടി? 1,500 ഇൻറ്റു 25 മനസ്സിലാവുണ്ടാവും. അപ്പോൾ എത്ര ഉണ്ടാവും? എമൗണ്ട് എത്ര ഉണ്ടാവും? 22,500. ഇനി ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെ ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വെച്ചാൽ ഫോർഫീറ്റഡ് എമൗണ്ട് പെർ ഷെയർ, ഫോർഫീറ്റഡ് എമൗണ്ട് പെർ ഷെയർ എത്രയാണ്? 25 ആണ്. ദെൻ ലോസ് ഓൺ റീഇഷ്യൂവിൻ്റെ മുകളിൽ ലോസ് എത്ര? 75 വാല്യൂ ഉള്ളത് 65 എന്ത് സെയിൽ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് എത്രയാണ്? 10 റുപ്പീസാണ്. അപ്പോൾ നമുക്ക് എന്തുണ്ട്? 5 റുപ്പീസ് എന്തുണ്ട്? സർപ്ലസ് ഉണ്ട്. സർപ്ലസ് പെർ ഷെയർ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു? വാല്യൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 1,500 ഇൻറ്റു 15 നിങ്ങൾക്ക് എന്ത് കിട്ടും? 22,500 എന്ന് കിട്ടും. 22,500 എന്ന് കിട്ടും. ഓക്കെ, നമുക്ക് രണ്ട് രീതിയിലും ചെയ്യാൻ പറ്റും. ഈ രീതിയിൽ ഞാൻ ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ലോജിക്ക് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവണം. ഓക്കെ, ഒരു ഫോർമാറ്റ് എടുത്തിട്ട് ആ ഫോർമാറ്റിൽ ചെയ്യാൻ പഠിക്കില്ല. നമ്മൾ അതിൻ്റെ ഉള്ളിൽ എന്താണ് കിടക്കുന്ന ലോജിക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യണം? മനസ്സിലാവണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്ത് ഈ രീതിയിൽ ചെയ്ത്. ഈ 2 ജേണൽ എൻട്രീസാണ് എന്ത് ചെയ്യുക? 2 ജേണൽ എൻട്രീസ് അല്ല 3 ജേണൽ എൻട്രീസാണ് എന്ത് ചെയ്യുക? മെയിനായിട്ട് വരിക. ഓക്കെ ആണല്ലോ. ദെൻ എന്താണ് ഈ ഫോർഫീറ്റും റീഇഷ്യൂൻ്റെയും സെയിം എന്താണ്? ഫോർഫീറ്റഡിൻ്റെയും റീഇഷ്യൂൻ്റെയും സെയിം ക്വസ്റ്റ്യൻസ് തന്നെയാണ് വരുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക? സെൽഫായിട്ട് ചെയ്ത് നോക്കാം.
ഓക്കെ ആണല്ലോ. അതിൻ്റെ ഇവിടെ എങ്ങനെ ബാലൻസ് ഷീറ്റ് പ്രസൻറ്റ് ചെയ്യണമെന്നും കൂടിയും കൊടുത്തിട്ടുണ്ട്. ഈ ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റ് ഞാൻ നിങ്ങളോട് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസിൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ ഷെയർ ക്യാപിറ്റൽ അത് ആദ്യം എഴുതും. ദെൻ എന്താണ് റിസർവ്സ് ആൻഡ് സർപ്ലസ്. ദെൻ കറണ്ട് അസറ്റ്സിൽ എന്തെങ്കിലും ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻറ്റ് എന്നിട്ടും ബാങ്കിൻ്റെ ബാലൻസും വരും. ഓക്കെ ആണല്ലോ. ഇത് നോട്ട്സ് ടു അക്കൗണ്ട് ഈ രീതിയിൽ എന്ത് ചെയ്യേണ്ടി ഒരു പ്രസൻറ്റ് ചെയ്യേണ്ടി. ഇത് രീതി തന്നെ പഠിച്ചു വെക്കുക എന്നുള്ളത് വേറെ ഒരു വഴിയില്ല. അതിന് വേറെ ട്രിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ രീതിയിൽ പ്രസൻറ്റ് ചെയ്യേണ്ടി വരും. നമ്മൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കല്ലാതെ വേറെ ഒരു വഴിയില്ല. ഓക്കെ. അതുപോലെ തന്നെ എന്താണ് ഇല്ലുസ്ട്രേഷൻ 16 എന്ത് ചെയ്യുക, നിങ്ങൾ സെൽഫായിട്ട് ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷനിൽ എന്ത് ചെയ്യും, നമ്മൾ അത് ഡിസ്കസ് ചെയ്യുന്നതാണ്. ദെൻ മറ്റൊരു ചെറിയൊരു ടോപ്പിക് കൂടി എന്താ പറയുന്നത്, ഇഷ്യൂ ഓഫ് ഷെയർസ് ഫോർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ്. ക്യാഷ് അല്ലാതെ മറ്റെന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് ഷെയർസ് ഇഷ്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കെന്താണ്, ക്യാഷിനാണെന്നുണ്ടെങ്കിൽ ക്യാഷ് അക്കൗണ്ട്, ഷെയർ ആപ്ലിക്കേഷൻ, ഷെയർ അലോട്ട്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക. ഇതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളൊരു മെഷീനറി വാങ്ങിക്കണം. മെഷീനറിൻ്റെ വാല്യൂ എന്ന് വെച്ചാൽ 10 crore. 10 crore മെഷീനറി നമ്മൾ വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ ഇത് വെച്ചിട്ടാണ് നമ്മൾ ബിസിനസ് ചെയ്യാൻ പോകുന്നത്. ആ മെഷീനറി വാങ്ങിക്കുമ്പോൾ നമ്മളിതിൽ 5 crore അവർക്ക് ക്യാഷ് ആയിട്ടും 5 crore നമുക്ക് എന്തായിട്ട് കൊടുത്തു, ഷെയർ ആയിട്ട് കൊടുത്തു. ഷെയർ എന്ന് പറഞ്ഞാൽ ഫുൾ എമൗണ്ട് ആയിരിക്കും. അതേപോലെ ആപ്ലിക്കേഷൻ മണി, അലോട്ട്മെൻറ്റ് മണി എന്നുള്ള പരിപാടികളൊന്നും ഉണ്ടാവില്ല. ഒരൊറ്റ ജേണൽ എൻട്രി ഉണ്ടാവുള്ളൂ. എന്താണ്, അസറ്റ് ബിസിനസ്സിലേക്ക് വരുന്നുണ്ട്, മെഷീനറി ബിസിനസ്സിലേക്ക് വരുന്നുണ്ട്, അതിന് നമ്മൾ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. അസറ്റ് അക്കൗണ്ട് ഡെറ്റർ എന്താണ് നമ്മൾ കൊടുക്കുന്നത്, ക്യാപിറ്റൽ. അപ്പം എന്തോരും, ഷെയർ ക്യാപിറ്റൽ. സെയിം ജേണൽ എൻട്രി. എന്താണ് ജേണൽ എൻട്രി വരിക, അസറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ. ഓക്കെ. ഇതിനെ ബേസ് ചെയ്തിട്ടുണ്ട് എന്ത്, ഒരു ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യനും കൂടി ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ ചെയ്യാനൊന്നുമില്ല, ജസ്റ്റ് എന്ത് ചെയ്യാം, ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നിർത്താം. എന്താണ് പറയണത്, എക്സ് ലിമിറ്റഡ് വാസ് ഇൻകോർപ്പറേറ്റഡ് വിത്ത് ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ ഓഫ് 90,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് 10 each. ഇതെന്താണ്, ഓതറൈസ്ഡ് ക്യാപിറ്റൽ ജസ്റ്റ് ഷോ ചെയ്യാൻ വേണ്ടി, നോട്ട്സ് ടു അക്കൗണ്ട് ഷോ ചെയ്യാൻ വേണ്ടി മാത്രമാണ് തരുന്നത്. ദ കമ്പനി പർച്ചേസ്ഡ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഫ്രം വൈ ആൻഡ് കോ ഫോർ 4 lakh പേയബിൾ ഇൻ ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ് ഓഫ് ദ കമ്പനി. ദ ബാലൻസ് ഓഫ് ദി ഷെയർസ് വർ ഇഷ്യൂഡ് ടു പബ്ലിക് വിച്ച് ഈസ് ഫുള്ളി സബ്സ്ക്രൈബ്ഡ് ആൻഡ് പെയ്ഡ് അപ്പ്. അപ്പോൾ എന്താണ്, എത്ര ഷെയർസ് ഉള്ളത്, 90,000 ഷെയർസ് ഉണ്ട് ഇൻറ്റു 10, ദാറ്റ് മീൻസ് എത്ര, 9 lakh ഉണ്ട്. 9 lakhൽ എന്ത് ചെയ്തു, 4 lakh എന്തിനു വേണ്ടി ഇഷ്യൂ ചെയ്തു, മെഷീനറിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, മെഷീനറിക്കല്ല ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന് വേണ്ടി ഇഷ്യൂ ചെയ്തു. എന്താണ് ജനറൽ എൻട്രി, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അക്കൗണ്ട് ഡെറ്റർ ടു, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് വാങ്ങുന്ന സമയത്ത് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അക്കൗണ്ട് ഡെറ്റർ ടു വൈ കമ്പനി ലിമിറ്റഡ് 4 lakh. എന്നിട്ട് വൈ കമ്പനിക്ക് എന്ത് ചെയ്യും, ആ ഒരു ഷെയർ ക്യാപിറ്റൽ കൊടുക്കും. എന്താണ്, വൈ കമ്പനി ലിമിറ്റഡ് ഒരു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എത്ര, 4 lakh. ഇനി ബാലൻസ് എത്ര ഉള്ളത്, 9 lakhൽ എത്ര പോയി, 4 lakh പോയി. ബാക്കി എത്ര ഉണ്ട്, 5 lakh ഉണ്ട്. 5 lakh ഫുള്ളി എന്ത് ചെയ്തു, ഇഷ്യൂ ചെയ്തു. എന്താണ്, ഫുള്ളി ഇഷ്യൂ ചെയ്തു. ഒരൊറ്റ പേയ്മെൻറ്റ് ഉള്ളൂ. എത്രയാണ്, 10 rupees ഒരൊറ്റ ഇൻസ്റ്റാൾമെൻറ്റ് പേയ്മെൻറ്റ് ഉള്ളൂ. അതിൻ്റെ ബാക്കി ഒന്നും പറഞ്ഞിട്ടില്ല. ജസ്റ്റ് ഫുൾ എമൗണ്ട് എന്ത് ചെയ്തു, റിസീവ് ചെയ്ത്, ആപ്ലിക്കേഷൻ മണിയായിട്ട് ഫുൾ എമൗണ്ട് റിസീവ് ചെയ്ത്. എന്താണ്, ബാങ്ക് അക്കൗണ്ട് ടു ഇക്വിറ്റി ഷെയർ ആപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെൻറ്റ് എത്ര, 5 lakh കിട്ടി. ദെൻ അതിനെന്ത് ചെയ്തു, എവിടേക്ക് മാറ്റി, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്, ഇക്വിറ്റി ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. അതിൻ്റെ പ്രസൻറ്റേഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്ത് നോക്കാം. നോക്കില്ല, അത് ജസ്റ്റ് ഇതേപോലെ മനസ്സിലാക്കി വെക്കുക എന്നല്ലാതെ വേറെ ഒരു വഴിയൊന്നുമില്ല പഠിക്കാൻ വേണ്ടി. നമുക്കൊരു ഫോർമാറ്റ് ഞാൻ ഇൻട്രൊഡക്ഷനിൽ തന്നിട്ടുണ്ടായിരുന്നു. ആ ഫോർമാറ്റ് അതേപോലെ ബൈഹാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ അതുപോലെ മനസ്സിലാക്കി വെക്കാതെ വേറെ ഒരു വഴിയില്ല. നിങ്ങളത് മനസ്സിലാക്കി വെക്കണമെന്നൊന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഷെഡ്യൂൾ 3 പ്രകാരം നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനൊന്നും ഉണ്ടാവില്ല. ജസ്റ്റ് എന്താണോ ഐറ്റംസ് പറയണത് ജസ്റ്റ് ഒന്ന് എഴുതാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള ഐറ്റംസ് എങ്കിലും നിങ്ങൾ എഴുതാൻ വേണ്ടി എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വളരെ ഈസി ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഇതോടുകൂടി നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു ചാപ്റ്റർ ഇവിടെ എൻഡ് ചെയ്തിട്ടുണ്ട്. കമ്പനി അക്കൗണ്ട്സിലെ യൂണിറ്റ് 2 ഇവിടെ എൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കെന്തുണ്ട്, ഇതേപോലെ ഷെയർസ് പോലെ തന്നെ എന്തുണ്ട്, ഡിബഞ്ചേഴ്സും കൂടി എന്ത് ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ട്. സെയിം ജേണൽ എൻട്രീസ്, ഷെയറിൻ്റെ പൊസിഷനിൽ എന്തോരും ഡിബഞ്ചേഴ്സ് വരുമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ എന്താണ്, ചെറിയ മാറ്റങ്ങൾ, ഇതുപോലെ തന്നെ കാള്, ബാക്കിയുള്ള പരിപാടികളൊന്നും ഉണ്ടാവില്ല. കുറച്ച് ഈസിയാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് എന്ത് ചെയ്യും, ഒരു വീഡിയോയിൽ അതും ഡിസ്കസ് ചെയ്യും. ഇതുപോലെ ജേണൽ എൻട്രി മാത്രം പഠിക്കുക, അത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഡിസ്കഷൻ മാത്രം ചെയ്താൽ മതി. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫുള്ളും ക്യാച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ. താങ്ക് യു. നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.